നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഏറെ സന്തോഷത്തോടെയാണ് ആമുഖമായ ഒരു കാര്യം പറയാനുള്ളത്. നമ്മുടെ ഈ സിനിമയിലായാലും നാടകത്തിലായാലും സാഹിത്യത്തിലായാലും എല്ലാം ഈ അച്ഛനും അമ്മയും സഹോദരങ്ങളും അമ്മാവനും മാമിയും അനിയത്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. ഇപ്പോൾ ഏതെങ്കിലും സിനിമയിൽ ഒരു നല്ല അച്ഛനോ നല്ല അമ്മയോ ഉണ്ടോ? നല്ല അച്ഛനാവാൻ പറ്റിയ ഒടുവിൽ ഉണ്ണികൃഷ്ണനോ തിലകനോ പോലുള്ള ആരും ഇല്ല, ഒന്നാമത്തെ കാര്യം. എന്നാലും എന്താ പറയുക, തന്തയില്ലാത്ത തള്ളയില്ലാത്ത സഹോദരങ്ങളില്ലാത്ത സിനിമകളല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. ഞാനൊരു ടെലിഫിലിം കണ്ടു ഈ കഴിഞ്ഞ ഞായറാഴ്ച മിനിഞ്ഞാന്ന്. രാധാകൃഷ്ണൻ മംഗലത്ത് എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു കലാസംവിധായകനാണ് ടെലിഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പുവിൻ്റെ ഒഴിവുകാലം എന്നാണ് പേര്. അപ്പോൾ ഇവിടെ ഒരു കാലത്ത് ദൂരദർശനിൽ ടെലിഫിലിമിൻ്റെ ഒരു കൊയ്ത്ത് കാലം ഉണ്ടായിരുന്നു. അതിനെയും നമ്മൾ മലയാളികൾ തന്നെയാണ് നശിപ്പിച്ചത്. കാരണം 1,00,000 രൂപ മുടക്കിയെടുത്താൽ ഒരു 1,4 ലക്ഷം രൂപ കിട്ടുമായിരുന്നു. പിന്നെ ആയപ്പോൾ 35,000 രൂപ ഉണ്ടൊക്കെ ഒരു ടെലിഫിലിം എടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. പിന്നെ 15,000-10,000 എടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഒരുപാട് പേരെ പറ്റിച്ച് ചാടിച്ച് ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയ കഥകളുണ്ട്. അങ്ങനെ ആ ടെലിഫിലിമിൻ്റെ കൊയ്ത്തുകാലമൊക്കെ പോയി. ഇതൊരു ടെലിഫിലിമാണ്. അപ്പോൾ എൻ്റെ ഒഴിവുകാലം കാണാൻ രാധാകൃഷ്ണൻ വിളിച്ചപ്പോൾ സത്യത്തിൽ ഞാനൊരു അരമണിക്കൂർ വെറുതെ നമ്മളെ സമയം പോകും എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. പക്ഷെ ചെന്ന് കണ്ടപ്പോൾ രാധാകൃഷ്ണൻ മംഗലത്തിനോട് എനിക്ക് മതിപ്പ് തോന്നി. കാരണം അയാൾ എന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തിരക്കഥാ രംഗത്തുള്ള ഇരട്ടകളായ രാജകിരീയത്ത് വിനു കിരീയത്താണ് അതിൻ്റെ സംഗീതം. വിനുവും അവിടെ ഉണ്ടായിരുന്നു കലാഭവനിൽ. നല്ല രസമായിട്ട് ഒരു സതുദ്ദേശപരമായ ഒരു, അല്ലെങ്കിൽ കേരളത്തിലെ ആനുകാലിക സംഭവങ്ങൾ കോർത്തിണക്കിയ ഒരു ടെലിഫിലിമാണ്. ജയശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീവിദ്യ, എന്തോ കവി ബാല എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകളും, 3 സ്ത്രീകളും, മാധവ് മുരളി എന്ന് പറയുന്ന ഒരു കുട്ടിയുമാണ് പ്രധാന. 4 ക്യാരക്ടറേ ഉള്ളൂ. നല്ല രസമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആ ടെലിഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയും, മൺമറഞ്ഞു പോയ എൻ്റെ അമ്മയും എൻ്റെ മകൻ അച്ചുവുമായിട്ടുള്ളൊരു ഹൃദയബന്ധത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് നേരം ആലോചിച്ചു. അച്ചുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നത്, സിന്ധു ഒരു രോഗിയായി മാറിയതുകൊണ്ട് +2 വരെ അമ്മയുടെ കൂടെ കിടന്ന് അമ്മയുടെ ചൂടടിച്ചാണ് അവൻ വളർന്നത്. രാത്രി ഉറങ്ങുന്നത് അമ്മയുടെ കൂടെ ആയിരുന്നു. അമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കേട്ടാണ് അവൻ ആഹാരം കഴിച്ചത്. അവനും ഭാഗ്യം ചെയ്തവനെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ അമ്മമ്മ ഭയങ്കര റഫായിരുന്നു. ഞങ്ങളെയൊന്നും അടുപ്പിക്കില്ല. ചെറിയ കുറ്റം ചെയ്താൽ ഈ ചക്ക മരിച്ചിനി കിളക്കുന്ന തുടുപ്പെന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് പറയുന്ന ഈ പനയോലയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഒരു കമ്പുണ്ടല്ലോ, ആ കമ്പിട്ട് അടിച്ചു തരുമായിരുന്നു എൻ്റെ അമ്മമ്മ. അതുകൊണ്ട് ആ അമ്മമ്മയുടെ ലാളനമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അച്ചു ഭാഗ്യവാനാണ്. ഒരുപാട് കഥകൾ കേട്ടാണ് അച്ചു വളർന്നത് അമ്മയുടെ കയ്യിൽ നിന്ന്. ഈ എന്താ പറയുക, അപ്പുവിൻ്റെ ഒഴിവുകാലം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. എന്തായാലും രാധാകൃഷ്ണൻ മംഗലത്ത് മനോഹരമായി ചെയ്ത ടെലിഫിലിമാണ്. യൂട്യൂബിൽ വരുമോയെന്ന് എനിക്കറിയണ്ട. യൂട്യൂബിൽ വരണം. വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. വീണ്ടും എന്താ പറയുക, മലയാള സിനിമയെ ആകെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മലയാള സിനിമയെ അപഹാസ്യമാക്കുന്ന രീതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ ചർച്ചയും, എല്ലാ ദിവസവും രാവിലെ 2-3 പെണ്ണുങ്ങൾ ഇറങ്ങി പീഡിപ്പിച്ച കഥ പറയും. 15 വർഷം മുമ്പ്, സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അന്നത്തെ അന്തി ചർച്ച എല്ലാ ചാനലിലെയും അവരെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് ബാക്കി കുറേ ദേഹം മുഴുവൻ നാക്കുള്ള കുറേ പെണ്ണുങ്ങളും എന്ത് തെമ്മാടിത്തരവും ജീവിതത്തിൽ കാണിക്കുകയും ടി വിയുടെ മുമ്പ് പറയുകയും ചെയ്യുന്ന നാണമില്ലാത്ത കുറേ ആണുങ്ങളെയും വിളിച്ചിരുത്തി ചർച്ച. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞെന്നുണ്ട്. കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ഫോണിൽ കൂടെ ഒരാൾക്ക് ഒരു ചാനലിൽ M5 എന്ന് പറഞ്ഞൊരു ചാനലിന് ഒരു അഭിമുഖം കൊടുത്തു. 1.5 ദിവസം കൊണ്ട് 16 ലക്ഷം പേര് കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടി. 16 ലക്ഷം പേര് കണ്ടു. I2I സുനിലിനൊരു ഇൻ്റർവ്യൂ കൊടുത്തു, ഒരു അഭിമുഖം കൊടുത്തു. അതും എനിക്ക് തോന്നുന്നു 2 ലക്ഷം എന്തോ കഴിഞ്ഞു. DNA എന്ന് പറഞ്ഞ സുമേഷ് മാർക്കപ്പോളയുടെ ചാനലിന് കൊടുത്തു, ഇപ്പോൾ 3 ലക്ഷം എന്തോ കഴിഞ്ഞു. അങ്ങനെ 3 ചാനലുകൾക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ എൻ്റെ സിന്ധു ചോദിക്കും, നമുക്ക് ചാനലുള്ളപ്പോൾ എന്തിനാ അതിലൊക്കെ ചെയ്യണേന്ന്? അതിലൊക്കെ വരട്ടെന്നേ, നമ്മൾ മാത്രമല്ല, നമ്മളിൽ മാത്രം എന്ന് ഒതുങ്ങുന്നത് ശരിയല്ല. പക്ഷേ അതിനിടയിൽ എന്നെ ഒരു ചതി ചതിച്ചു. കേരള കൗമുദിയിൽ നിന്ന് വിളിച്ചിട്ട്, കൗമുദി ചാനൽ എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് കുറേ നേരം ഒരാൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ അയാളുടെ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, നമുക്ക് ഈ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് അല്പനേരം സംസാരിക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തോട്ടെ എന്നിട്ട്. ഞാൻ ചെയ്തോ. അയാൾ റെക്കോർഡ് ചെയ്തു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കളഞ്ഞിട്ട് നേരത്തെ സ്വകാര്യമായി സംസാരിച്ചില്ലേ, അതിനെ എടുത്ത് പ്രോഗ്രാമാക്കി. ഒരു സംവിധായകനെ ഞാൻ ഫ്രോഡ് എന്നൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ്ങൊക്കെ വെച്ച് അയാളെ മുഖമൊക്കെ വെച്ച് ചെയ്തു കൊടുത്തു. ഇങ്ങനെയുള്ള ചതികളും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണിൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്.
നമ്മളെന്തെങ്കിലും സംസാരിച്ചാൽ നമുക്ക് പരിചയമുള്ള സൗഹൃദത്തിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഉള്ളു തുറന്ന് കാര്യങ്ങൾ പറയും. അതിനെടുത്ത് നമ്മൾ ചിന്തിക്കാത്ത ഹെഡിങ്ങൊക്കെ ഇട്ട് കാശുണ്ടാക്കാൻ നോക്കും. നല്ല കോളം എന്തായാലും ചാനലുകാർക്ക്. ബാർക്ക് റേറ്റിങ്ങിൽ കയറാൻ വേണ്ടി എന്തെല്ലാം കാണിക്കാമോ, എന്തെല്ലാം പറയാമോ, ആരെയെല്ലാം തള്ളക്കി വിളിക്കാമോ എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു കാര്യം സിനിമാക്കാർ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. അവസരം ഒത്തു വന്നാൽ വളഞ്ഞിട്ട് കടിക്കുന്ന നമ്മളെ ഇപ്പം തന്നെ കേരളത്തിൽ എവിടെയോ ഒരിടത്ത് 10-40 പേരെ ഒരു പട്ടി കടിച്ചില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളെന്ന് ഞാൻ പറയും. വളഞ്ഞിട്ട് ആക്രമിക്കും. അങ്ങനെ ആ ഒരു ട്രാക്കിലേക്കാണ് മാധ്യമരംഗം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ സുഖിപ്പിച്ച് ചേട്ടാ, ഇക്ക, ചേച്ചി, മറ്റവളെ മറിച്ചവളെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുറകെ കോലും കൊണ്ട് നടന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കും. പക്ഷെ നമുക്കൊരു വീഴ്ച വന്നാൽ തന്തയ്ക്ക് വിളിക്കാൻ തൊലിക്കെട്ടുകളെ ഏവനെങ്കിലൊക്കെ വിളിച്ച് അന്തി ചർച്ചയ്ക്ക് കൊണ്ടിരുത്തിയിട്ട് നമ്മളെ തള്ളക്കി വിളിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ മാധ്യമരംഗം മാറിയിരിക്കുന്നു. കഴിഞ്ഞ 5 ദിവസമായി സിനിമാക്കാരെ തെമ്മാടികളാക്കി സംസാരിക്കുന്ന ഒരു ചാനലിനെതിരെ, ഏതെങ്കിലും ഒരു ചാനലിനെതിരെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു സിനിമാ സംഘടനാ നേതാവും വായ തുറന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. സന്ധ്യയ്ക്ക് ഈ കുമ്പിടി ജഗതി നന്ദനത്തിൽ ചെയ്ത കുമ്പിടിയെ പോലെ ഒരേ ഡ്രസ്സിട്ട് 5 ചാനലിലൊക്കെയാണ് ചില സ്ത്രീകൾ ഇരിക്കണേ. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകളിൽ ഇരുന്നു കൊണ്ട് സിനിമാക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് ഒരൊറ്റ സംഘടനാ നേതാവ്, അത് ഫെഫ്കയുടെ നേതാവായ ബി ഉണ്ണികൃഷ്ണനോ, അമ്മയുടെ നേതാവായ മോഹൻലാലോ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവായ ആൻഡോ ജോസഫോ പോലുള്ള ഒറ്റ ആൾ വാ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. പേടിത്തൊണ്ടന്മാരാണെന്നാണ് ഇവരെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മീശ മാത്രമേ ഉള്ളൂ ആണിൻ്റെ. പേടിത്തൊണ്ടന്മാരാണ്. കാരണം നമ്മൾ ഈ കോലും പിടിച്ചടക്കുന്നവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നാളെ നമ്മളെപ്പറ്റി കഥ പറഞ്ഞു കളയോ എന്നുള്ള പേടി കൊണ്ട്, അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും എന്താ പറയുക മാളങ്ങളിൽ ഒളിക്കുന്നു. അത് വളരെ മോശമായിപ്പോയി. കാരണം എതിർവശത്ത് ഇരിക്കുന്ന തെമ്മാടി കൂട്ടങ്ങളെല്ലാം ചാനലിൽ വന്നിരുന്ന് പച്ചയ്ക്ക് തെറി വിളിക്കുന്നു. ഞാൻ കളിയാക്കി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് എക്സ് പാർട്ടി വിധി വാങ്ങാൻ നടന്ന ആളാണ് ബി ഉണ്ണികൃഷ്ണൻ. നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. ഞാൻ അയാളെ നിരന്തരമായി കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോടതി കൊണ്ടുവന്നൊരു രഹസ്യമായിട്ടൊരു കേസ് കൊടുത്തു. എന്നിട്ട് ആ കേസിൻ്റെ കോടതിയിൽ ഞാൻ ഹാജരാവേണ്ട പേപ്പറൊന്നും എനിക്ക് അയപ്പിക്കാതെ അല്ലെങ്കിൽ അയക്കാതെ എക്സ് പാർട്ടി വിധി വാങ്ങി കയ്യിൽ വയ്ക്കാനുള്ളൊരു കളി നടത്തി ഞാനത് പൊളിച്ചു. പക്ഷേ അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഫെഫ്കയുടെ നേതാവ് മാത്രമല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തിയേറ്ററുകാരുടെ സംഘടനയുടെ നേതാവാണ്, നിർമ്മാതാക്കളുടെ സംഘടന നേതാവാണ്, അമ്മ സംഘടനയുമായി നല്ല പൊക്കിൾക്കൊടി ബന്ധമുള്ള ആളാണ്. പക്ഷേ എന്താ പറയുക, ഉണ്ണികൃഷ്ണൻ പോലും വാ തുറക്കുന്നില്ല എന്നുള്ളതാണ്. നിയമപരമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ചോദിക്കുന്നവരോടൊക്കെ. രഞ്ജിത്തിൻ്റെ ജാട പെർഫോമൻസിൽ അയാളെ ഉണ്ണികൃഷ്ണന് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ഉണ്ണികൃഷ്ണനെ രഞ്ജിത്തിനും ഇഷ്ടമല്ല. അയാൾ പക്ഷേ മാക്ട ഫെഡറേഷൻ എന്ന ഒരു ഊച്ചാളിയുടെ സംഘടനയെ പൊളിച്ചടിക്ക് കൈ തന്ന ആളാണെന്നുള്ള ബോധമെങ്കിലും ഉണ്ണികൃഷ്ണൻ വേണം. ഇന്ന് ഉണ്ണികൃഷ്ണൻ വലിയ നേതാവായി നടക്കുന്നത്, സിബിമലയിൽ വലിയ നേതാവായി നടക്കുന്നത് രഞ്ജിത്തിൻ്റെ എന്താ പറയുക, രഞ്ജിത്തിൻ്റെ രഞ്ജിത്തിൻ്റെ ഒരു നീക്കത്തിലാണ് എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. അയാൾക്കെതിരെ കൊച്ചിയിലുള്ള ഒരു ഡോക്യുമെൻ്ററിക്കാരൻ, അങ്ങനെ കാണുമ്പോൾ അറിയാം, ബുൾഗാനൊക്കെ വെച്ച് ഭയങ്കര ബുദ്ധിജീവിയായിട്ടിരുന്ന് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ കേൾക്കട്ടെ, രഞ്ജിത്തിനെതിരെ പരാതി കൊടുക്കാൻ ബംഗാളിലുള്ള ആ നടി ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുക്കുകയാണ്. ഇപ്പോൾ കൊടുത്ത രഞ്ജിത്തിനെ കുരുക്കാമെന്നൊന്നും ആ പാവം ആ സ്ത്രീക്ക് അറിയില്ലല്ലോ. ഇത് എറണാകുളത്തുള്ള ഒരുത്തൻ ആ നടിയുമായിട്ട് ഭയങ്കര ആത്മബന്ധം എന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ സോഫയിൽ ഒന്ന് കിടക്കും, എൻ്റെ അമ്മ കൊടുക്കുന്ന ചോറ് വായിൽ വെച്ച് കൊടുത്താൽ തിന്നു എന്നൊക്കെ പറയുന്ന ആ ഡോക്യുമെൻ്ററി എടുത്തവൻ ഏതോ മത്സരത്തിൽ അക്കാഡമിയിൽ ഏതോ പൊട്ട ഡോക്യുമെൻ്ററി അയച്ചു കാണും. ആ ഡോക്യുമെൻ്ററിക്ക് അവാർഡ് കിട്ടാത്തതിൻ്റെ കൊതിക്കെറിവാണോ, അല്ലെങ്കിൽ രഞ്ജിത്തിനെ പോലെ ഒരുത്തൻ ഒരു വലിയ മാടമ്പിയായിട്ട് പത്മരാജനും ലോഹിതദാസും MT കൂടെ ചേർന്ന ഗമയിലൊക്കെ ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ ഉള്ള ഒരു കൊതിക്കെറിവ് കൊണ്ടായിരിക്കണം ആ ബംഗാളി നടിയെ പൊക്കിക്കൊണ്ടുവന്ന് മീഡിയകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയത്. അല്പം കോമൺ സെൻസുള്ള ആർക്കും മനസ്സിലാവും ഈ ബംഗാളി നടി എങ്ങനെ എറണാകുളത്തെത്തിയെന്ന്. ഇവൻ കളിച്ചതാ ഈ ബുൾഗാൻ. എന്തൊരു ദ്രോഹി എന്നാലോചിച്ച് നോക്കി. അങ്ങനെ ആ ഡോക്യുമെൻ്ററിക്കാരൻ എന്താ പറയുക, അവാർഡ് കിട്ടാത്തതിൻ്റെ എന്തോ കൊതിക്കെറിവിൽ ചെയ്തതായിരിക്കണം. അല്ലെങ്കിൽ രഞ്ജിത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ മാടമ്പി കളിക്കുന്ന രീതി കണ്ടപ്പോൾ പക തീർക്കാൻ കൽക്കട്ടയിൽ നിന്നാണല്ലോ ആ നടിയെ കൽക്കട്ടയിൽ നിന്നാണ് വിളിച്ചു വരുത്തിയത്. രഞ്ജിത്തിന് നഷ്ടമായത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പോസ്റ്റോ അല്ലെങ്കിൽ അയാളുടെ കാറിൽ വെച്ചിരുന്ന, അയാളുടെ സ്വന്തം കാറിൽ വെച്ചിരുന്ന ചുവന്ന ബോർഡോ മാത്രമല്ല, അയാൾ കെട്ടിപ്പടുത്ത സാമ്രാജ്യമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വീണ് തകർന്നു എന്നുള്ളതാണ്. അയാൾ ക്രിട്ടിക്കലായ ഒരു എന്താ പറയുക ഓപ്പറേഷൻ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ്. ആ സഹപ്രവർത്തകനെ ചാനലുകളിലെല്ലാം ഓരോരുത്തന്മാർ വന്നിരുന്ന് അക്കാഡമി ചെയർമാനായിരുന്ന കാലത്ത് അവാർഡ് ലഭിക്കാത്തവന്മാരും മാക്ട ഫെഡറേഷൻ എന്ന എന്താ പറയുക കടലാസ് ഊച്ചാളിമാരും ഒക്കെ ചേർന്ന് കൊത്തിപ്പറിക്കുമ്പോൾ നിയമവശം പഠിച്ചുകൊണ്ടിരിക്കാതെ
പ്രതികരിക്കണമായിരുന്നു. നാണം തോന്നുന്നില്ലേ എന്നാണ് എനിക്ക് ഫെഫ്കയുടെ തമ്പ്രാക്കന്മാരോട് ചോദിക്കാനുള്ളത്. ഒരിക്കലും രഞ്ജിത്തിനെ ഒന്ന് തള്ളി പറയരുത്. ഒരൊറ്റ രാത്രി കൊണ്ട് നേരം വെളുത്തപ്പോൾ ഈ മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞ കടലാ സംഘടനയിലെ ഊച്ചാളിയെ അല്ലെങ്കിൽ സെറ്റുകളിൽ ചെന്ന് ശ്രീനിവാസൻ്റെ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിടുകയും മമ്മൂട്ടിയുടെ സെറ്റിൽ ചെന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുകയും പിന്നെ സംവിധായകന്മാരെല്ലാം ദിലീപിൻ്റെ ഡേറ്റ് കയ്യിലുണ്ടെങ്കിൽ സിനിമ ചെയ്യാൻ വേണ്ടി സ്വന്തം ഭാര്യമാരെ കൂട്ടിക്കൊടുക്കുന്നവന്മാരാണെന്ന് പ്രസംഗിച്ചവന്മാരെ ഒരു രാത്രി കൊണ്ട് ഒരു രാജി കൊണ്ട് നിലംപരിശാക്കിയ ആളാണ് രഞ്ജിത്ത്. എനിക്ക് രഞ്ജിത്തിനെ ഇഷ്ടമല്ല, കാരണം രഞ്ജിത്തിന് എന്നെ ഇഷ്ടമല്ല. ഈ കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ എന്നെ കണ്ടപ്പോൾ അയാൾ പരിചയം പോലും കാണിച്ചില്ല. അയാൾ വിജയ് തമ്പിയുടെ കാലാൾപ്പടയൊക്കെ ചെയ്യുന്ന കാലം മുതൽ എനിക്കറിയാമെന്നേ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രാഞ്ചിയേട്ടനെ പോലുള്ള നന്ദനം പോലുള്ള ഒരു 5-6 പടം ചെയ്ത് വലിയ വിജയങ്ങളായപ്പോൾ ഈ അകാലത്തിൽ എം ടിയും പത്മരാജനും പോവുകയും പത്മരാജനും ലോകദാസും പോവുകയും എം ടി പ്രായാധിക്യം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതാതാകുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാത്തിൻ്റെയും ഭാരം ഈ കക്ഷത്ത് വെച്ച് നടക്കുന്ന ഒരാളാണ് രഞ്ജിത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ അയാളെ കണ്ട മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ സ്വന്തമായ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്ത സംവിധായകനാണ് അയാളെ ഇങ്ങനെ, അല്ലെങ്കിൽ മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞ കടലാസ് ചട്ടമ്പിമാരുടെ സംഘടനയെ പൊളിച്ചടുക്കി ഫെഫ്ക ഉണ്ടാക്കാൻ വിത്തുപാകിയ ആളാണ് രഞ്ജിത്ത്. ആ രഞ്ജിത്തിനെ ചാനലുകളിലെല്ലാം വന്നിരുന്നത് ഇന്ന് പറഞ്ഞിട്ട് ജാമ്യമില്ലാ വകുപ്പിട്ട് അയാളുടെ പേര് കേസെടുക്കുന്നു. എന്ത് ജാമ്യമില്ലാ വകുപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം പരാതിക്കാരി പറയുകയാണ് അയാൾ അക്കാഡമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല, എനിക്ക് അങ്ങനെയൊന്നും പരാതി അയാളെക്കുറിച്ചില്ല, അയാൾ നല്ല റൊമാൻറ്റിക്കാണ്, എനിക്ക് പുകവലിക്കാൻ സിഗരറ്റ് തന്ന ആളാണ്, അയാൾ എൻ്റെ വളയിൽ തടവിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലാതെ അയാൾ അക്കാഡമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് ഇന്നലെ ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നു. അത് കേട്ടപ്പോഴെങ്കിലും ഈ ഫെഫ്കയിലുള്ള തമ്പ്രാക്കന്മാർ 4 വാക്ക് വാതുറന്ന് പറയണമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. സവർണ സിനിമ എടുക്കുന്നവൻ എന്ന പഴികെട്ട രഞ്ജിത്തിനെ സഹായിക്കാൻ ഒരൊറ്റ ചോപ്പന്മാരും ഇല്ല എന്നുള്ളതാണ്. അയാൾ SFIയിലൂടെ വന്നെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നു, ഇയാൾക്ക് SFI ആവാനുള്ള ഒരു യോഗ്യതയില്ല. പക്ഷേ കേരളത്തിലെ ഒരു ചുവന്ന നേതാവും അയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ല. കാരണം അയ്യോ പെണ്ണുപിടി കേസിൽ അല്ലെങ്കിൽ സ്ത്രീപീഡന കേസിലെ പ്രതിയായല്ലോ എന്ന് പറഞ്ഞ് മര്യാദ രാമന്മാരാണല്ലോ ഇപ്പോൾ കേരളത്തിലെ എൻ്റെ പാർട്ടിയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം. അതുകൊണ്ട് ഒറ്റ ആളും അയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ല. അയാൾ എഴുതിയ തിരക്കഥയിലൂടെ വലിയ സംവിധാന പട്ടം നേടിയ എല്ലാവരും മാളത്തിലൊളിച്ച് നമ്മുടെ മുന്നിൽ നന്ദനവും പാലേരി മാണിക്യവും പ്രാഞ്ചേട്ടനും ഒക്കെ നൽകിയവനെ ചാനലുകളിൽ കൊത്തിപ്പറിക്കുമ്പോൾ കണ്ട് രസിക്കുന്നവന്മാരായി സിനിമാ തമ്പ്രാക്കന്മാർ മാറി. അതാണ് എന്നെ വേദനിപ്പിച്ചൊരു കാര്യം. അയാൾ മോശക്കാരനല്ല. പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ ഒറ്റ സിനിമ മതിയെന്ന് ഇത്രയും ഹ്യൂമർ സറ്റയർ ചെയ്ത ഒരു മനുഷ്യൻ വേറെ മലയാള സിനിമയിലുണ്ടോ? അയാളുടെ വിജയം പലരെയും അസ്വസ്ഥരാക്കുന്നു. അയാൾ എന്താ പറയുക, കോശി അയ്യപ്പനോ ആ പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് പണം വാരി പടങ്ങൾ ഈ അടുത്ത കാലത്ത് അയാൾ നിർമ്മിച്ചു. അങ്ങനെ കോടികൾ വന്നപ്പോൾ അയാൾ വഴിതെറ്റിപ്പോയ ഒരാളാണ്. കുറേ കോടികൾ വന്നപ്പോൾ അയാൾ വഴിതെറ്റി എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ ആ കൊതിക്കറുവെന്ന് ഒരു ആപത്ത് ഘട്ടത്തിലല്ല നല്ല സുഹൃത്തുക്കളാണ് ഈ കാണിക്കേണ്ടത്. ഇവിടെ ഷാജി കൈലാസിനും സിബി മലയിലിനും കമലിനും ഒക്കെ വേണ്ടി എത്ര തിരക്കഥ എഴുതിയ മനുഷ്യനാണ് രഞ്ജിത്ത്. അയാൾക്കൊരു അപകടം വന്നപ്പോൾ ഒറ്റ എണ്ണം വാ തുറന്നില്ല എന്നുള്ളതാണ്. അത്രയും നല്ല ആത്മാർത്ഥമുള്ളവന്മാരാണുള്ളത്. ഒടുവിൽ അയാളെ രക്ഷിക്കാൻ വന്നത് അയാൾക്കെതിരെ ആരോ പറയിപ്പിച്ച ആ ബംഗാളി നടി തന്നെ വരേണ്ടി വന്നു. അയാൾ റൊമാൻറ്റിക് ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. അയാൾ എനിക്ക് സ്നേഹപൂർവ്വം സിഗരറ്റ് തന്നുവെന്നും അയാൾ എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നും ഞാൻ കാരണം, എൻ്റെ പ്രശ്നം കാരണം അയാൾ അക്കാഡമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നും ആ നടി തന്നെ പറഞ്ഞപ്പോൾ അങ്ങനെ നിങ്ങൾ പറയുമോ എന്നാൽ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തേക്കാം. നമ്മളെ ആഭ്യന്തരം കലക്കുകയാണ് കേട്ടോ. അവർക്ക് പരാതിയൊന്നുമില്ല, ഇയാൾ എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയണം. എന്നാൽ ഒരു കാര്യം അയാളെ പറ്റി ജാമ്യമില്ലാ വകുപ്പിട്ടെടുക്കുക. കാരണം നാളെ ഏതെങ്കിലും സ്റ്റേജിൽ കയറി നിന്ന് നെഞ്ച് വിരിഞ്ഞ് പറയാമല്ലോ, ഏത് നേതാവിനെയും ഏത് കമ്മ്യൂണിസ്റ്റുകാരനെയും ഞാൻ അറസ്റ്റ് ചെയ്തു എന്ന് പറയാമല്ലോ. അതാണ് പ്രശ്നം. ഇപ്പം തന്നെ ആ ജയിക്കെന്ന് പറഞ്ഞ ചെറുക്കനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഒരു കൂതറ. ഞാൻ അവനെ ബഹുമാനത്തോടെ കണ്ടതാണെന്നേ. അവൻ മാതൃഭൂമി ചാനലിൽ വന്നിരുന്നു പറയാം, ശാന്തിയുള്ള ദിനേശിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ലേ. ഞാൻ ഇനി അതിന് വീണ്ടും അവനെ പറ്റി പറയുന്നില്ല. അവനെ നമ്മളെ എന്താ പറയുക ഇതിൽ നിന്ന് അങ്ങ് കട്ട് ചെയ്തു. ഇനി ജീവിതത്തിൽ ഈ ജയിക്കെന്ന് പറഞ്ഞ ചെറുക്കനുമായിട്ട് യാതൊരു ബന്ധവും എത്ര കാലം ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും ആ ചെറുക്കനുമായിട്ട് യാതൊരു ബന്ധവും ഇനിയില്ല. രഞ്ജിത്തിൻ്റെ ഏറ്റവും വലിയ എർത്തായിരുന്നു ശങ്കർ രാമകൃഷ്ണൻ. ഒരു പത്രപ്രവർത്തകനായിരുന്നു അയാൾ. ചുളുവിൽ പെട്ടെന്ന് സിനിമാക്കാരനായ ആളാണ് രഞ്ജിത്ത്. കാരണം ആ ശങ്കർ രാമകൃഷ്ണൻ പോലും രഞ്ജിത്തിൻ്റെ എന്താ പറയുക ഇത്രയും പ്രശ്നങ്ങളിൽ അയാൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ രോഗപീഠകളാൽ ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോഴെങ്കിലും ഈ പറഞ്ഞ ശങ്കർ രാമകൃഷ്ണനെ പോലെ ഉള്ളവരെങ്കിലും മുങ്ങരുതായിരുന്നു. രഞ്ജിത്തെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓർത്തു വച്ചോ. നിങ്ങൾ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്താൽ ഇനിയും ചെയ്യാം. അയാൾക്ക് ഇനിയൊരു അങ്കലത്തിന് ബാല്യമുണ്ടല്ലോ. ഇനിയും മാതൃഭൂമിയും ഷേംസ് കുമാറും ഒക്കെ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. നിങ്ങൾ അവരുടെയൊക്കെ വലിയ ആളാണല്ലോ. മാതൃഭൂമിയുടെ ഒരു വലിയ പോടച്ച് കോഴിക്കോടുകാരനായതുകൊണ്ട് മാതൃഭൂമി ഇങ്ങനെ നിരന്തരമായി അവരെ സ്റ്റാർ സ്റ്റൈലിലും പത്രത്തിലും ഒക്കെ രഞ്ജിത്തിനെ വെച്ച് ഇങ്ങനെ പൊക്കി എഴുതുന്ന ആളുകളാണ്. അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ മാതൃഭൂമിയാണ് എനിക്ക് തോന്നിയത്, എൻ്റെ വീട്ടിൽ വരുത്തുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയണ്ട, ഏറ്റവും കൂടുതൽ രഞ്ജിത്തിനെ ഡാമേജ് വരുത്തിയതിൽ ഒരു പത്രം
മാതൃഭൂമിയുടെ ചാനലുമാണ്. കോലും ക്യാമറയുമായി നിങ്ങളെ തേടി വരുന്ന പത്രക്കാരെ ഗെറ്റ് ഔട്ട് അടിക്കാനുള്ള ആർജവമെങ്കിലും ഇനിയുള്ള കാലത്ത് നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മമ്മൂട്ടിയും ഒരു മോഹൻലാലും ഒരു ഉണ്ണികൃഷ്ണനും ഒന്നും നിങ്ങളുടെ ആപത്ത് കാലത്ത് സഹായിക്കാൻ വരില്ല എന്ന് ഗുണപാഠമെങ്കിലും രഞ്ജിത്ത് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെയും എൻ്റെ മോൻ്റെയും പേരിൽ ഒരു കമ്മിറ്റിയിലും പേര് വരില്ല എന്ന് പറഞ്ഞ് സ്വന്തം സ്ഥാനം ഉറപ്പിക്കുന്ന മമ്മൂട്ടിമാരാണ് ഈ നാട്ടിലുള്ളത്. മമ്മൂട്ടി ഭയങ്കര അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ മോൻ്റെയും പേര് ഹേമ കമ്മിറ്റിയിൽ വരില്ല എന്ന് എങ്ങനെ പറയും? ഇപ്പോൾ രാജൻ ജോസഫ് എന്ന പത്രപ്രവർത്തകൻ മമ്മൂട്ടിയെ എന്തെല്ലാം വിളിക്കുന്നു. നിങ്ങളുടെ പേര് പറയുന്നില്ലായിരിക്കാം. വലിയക്ക എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു മുസ്ലിം സംവിധായികയുടെ കുടുംബം തകർത്തു വന്നു, അയാളുടെ ഭർത്താവിന് ഭാര്യയില്ലാതായിപ്പോയി എന്നൊക്കെ പറഞ്ഞ അയാൾ പറയുന്നില്ല. ഞാനിപ്പോൾ അതിനെതിരെ ഒരു പ്രോഗ്രാം ചെയ്തല്ലോ. അത് ചെയ്ത് എൻ്റെ നാക്കിലെ ഉമിനീര് പറ്റുന്നതിന് മുമ്പാണ് ഞാൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ പറയുന്നത്. നിങ്ങളൊരു AK ആൻ്റണിക്ക് പഠിക്കരുത് മമ്മുക്ക. നിങ്ങളും നിങ്ങളെ മോനും മാത്രം നല്ലവർ. എന്താ, പ്രണവിൻ്റെ അച്ഛൻ മോഹൻലാൽ മോശമാണ്, പക്ഷേ അല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ 2 മക്കൾ മോശമാണ്. അങ്ങനെയൊന്നും നിങ്ങൾ അഹങ്കരിക്കാതെ നിങ്ങൾ എല്ലാം തികഞ്ഞ മോനും എല്ലാം തികഞ്ഞ അച്ഛനും ഒന്നും നിങ്ങൾ വാചകം അടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ മോൻ്റെ സ്ഥാനം അങ്ങ് ഉറപ്പിച്ചു. ഞങ്ങൾ കുഴപ്പക്കാരൊന്നുമില്ല, ഞങ്ങളുടെ പേരൊന്നും ഹേമ കമ്മിറ്റിയിൽ വരില്ല, വന്ന വിവരം അറിയും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എന്നാൽ രാജൻ ജോസഫിൻ്റെ പേര് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്തറിയോ, അയാൾ വലിയക്ക എന്നേ പറയത്തുള്ളൂ. മമ്മൂട്ടി ഇത് പറയുന്നില്ലല്ലോ. സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവന്മാർക്ക് ഓശാന പാടുന്നത് പോലെ ആയിപ്പോയി മമ്മൂക്കയുടെ ഈ വർത്തമാനം. ഇതാണ് സിനിമ എന്നെനിക്ക് വളരെ വിഷമത്തോടെ തോന്നി. മലയാള സിനിമയെ മുച്ചൂട് നശിപ്പിക്കാൻ ഇറങ്ങുന്ന വിനാശകാരികൾക്ക് അവരെ സുഖിപ്പിച്ച് തങ്ങളെ തെറി വിളിക്കാതിരിക്കാൻ അവൻ്റെയൊക്കെ സിനിമയുടെ മുന്നിലും പിന്നിലും നരേഷൻ കൊടുത്തവരാണല്ലോ മോഹൻലാലും മമ്മൂട്ടി. നിങ്ങൾക്കറിയാമല്ലോ, നാട്യ ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം കൊണ്ട് നടന്ന് എന്തെല്ലാം സിനിമയിൽ കാണിക്കാൻ പാടില്ലയോ അതെല്ലാം കാണിച്ച ഒരു മനുഷ്യൻ്റെ സിനിമയ്ക്ക് അഭിമാന പുരസ്സരം. പടം തുടങ്ങുമ്പം വലിയക്ക, പടം തീരുമ്പോൾ വലിയേട്ടൻ, ആര്, മമ്മൂട്ടി മോഹൻലാലും നരേഷൻ കൊടുക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇത്രയും വേണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ദിലീപ് ഈ പറയുന്ന സംവിധായകൻ്റെ ഈ മാക്ട ഫെഡറേഷൻ്റെ നേതാവിൻ്റെ മോളെ കല്യാണത്തിന് ആരും എത്തുന്നതിന് മുമ്പ് ആദ്യം എത്തി. കാരണം ഞാൻ ഭയങ്കര വിശാല ഹൃദയനെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെന്ന് കല്യാണത്തിലൊക്കെ അറ്റൻഡ് ചെയ്ത് ഈ ഗോപാലകൃഷ്ണൻ്റെ കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് പോയി. പിറ്റേ ദിവസം അയാൾ പത്രക്കാരോട് പറഞ്ഞ് യവൻ ആ നടിയെ പീഡിപ്പിച്ച കേസിൽ യവൻ തന്നെ, യവൻ ആരെന്നറിയാം, കാള കൂടെ വിഷമല്ലേ എന്നാണ് അയാൾ കൊടുത്ത മറുപടി. ഞാൻ പറഞ്ഞത് അങ്ങനെ കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോളെ കല്യാണത്തിന് വന്നു എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി പറയില്ല, യവൻ കാള കൂടെ വിഷം തന്നെ എന്ന് പറയണം. അങ്ങനെ വേണം ഇവനെയൊക്കെ ശിക്ഷിക്കാമെന്ന് ഞാൻ പറയും. അതുപോലെയാണ് അയാളെടുത്ത സിനിമയ്ക്ക് നരേഷൻ കൊടുക്കാൻ മോഹൻലാലും മമ്മൂട്ടിയും മത്സരിച്ചത്. ചെയ്യണമെന്നാണ്. കാരണം ഇവനെയൊക്കെ ദിവസവും ചീത്ത വിളിക്കുന്ന ഒരാളാണല്ലോ, വർഷങ്ങളായിട്ട് സൂപ്പർ സ്റ്റാറുകളെ ചീത്ത വിളിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയും. എനിക്ക് എന്താ പറയുക, രഞ്ജിത്തും സിദ്ദിഖും ഒക്കെ ഓർക്കുന്ന ഈ കാര്യങ്ങളൊക്കെ രഞ്ജിത്തും സിദ്ദിഖും ഒക്കെ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വലയം എന്ന് പറഞ്ഞ സീരിയൽ നടക്കുമ്പോഴേ ഒരു ദിവസം എനിക്ക് സിദ്ദിഖിൻ്റെ ഫോൺ വന്നു. എൻ്റെ സീരിയലിൽ അശോകൻ്റെയും യദുകൃഷ്ണൻ്റെയും അമ്മയായിട്ട് അഭിനയിക്കുന്നത് ബിന്ദു രാമകൃഷ്ണൻ എന്ന് പറയുന്ന നടിയാണ്. അവർ നന്ദനം എന്ന് പറഞ്ഞ പടത്തിൽ ശ്രീരാമൻ്റെ ഭാര്യയായിട്ടാണെന്നാണ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പടത്തിൻ്റെ ക്ലൈമാക്സ് എടുക്കാനായിട്ട് ബിന്ദു രാമകൃഷ്ണനെ ഞാനൊന്ന് വിട്ടുകൊടുക്കണം. പക്ഷേ ഞാൻ വിടാൻ തയ്യാറായിരുന്നു. പക്ഷേ എൻ്റെ നിർമ്മാതാവ് സമ്മതിച്ചില്ല. നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാതെ നിർമ്മാതാവ് ആയവൻ അവൻ പറഞ്ഞു വിടാൻ പറ്റില്ല, വിട്ടില്ല. അപ്പം ബിന്ദു ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ നിസ്സഹായനാണ്, ഞാൻ നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടനെ, പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു ചൊരുക്ക് സിദ്ദിഖിനുണ്ടാവും. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ എന്നെ ഒരു ദിവസം വിളിച്ചു വരുത്തിയിട്ട് ഞാൻ കള്ളമാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പട്ടർ റഷീദിനെ കാണുമ്പോൾ ചോദിക്കാം. ഞാനും പട്ടർ റഷീദും കൂടെ സിദ്ദിഖിനെ കാണാൻ വീട്ടിൽ ചെന്നു. അപ്പോൾ അയാൾ പറയുന്നത്, ഞാൻ ഈ സിനിമ നിർമ്മിക്കാം, നന്ദനം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ഇതിനുശേഷം ഞാനത് നിർമ്മിക്കാം, പകരം അതിൽ ആ സെൻട്രൽ ക്യാരക്ടറില്ലേ ഔദയുടെ വേഷം എനിക്ക് തരണം, ഞാനതിൽ മകൻ്റെ വേഷത്തിന് ജയസൂര്യയോ കുഞ്ചാക്കോ ബോബനെയോ ആരെ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന ആളിനെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു അത് നടക്കില്ല, ഞാൻ ലാലിനോട് വാക്ക് പറഞ്ഞു എന്ന് ഞാൻ മാറി. ഈ 2 കാര്യങ്ങളിലും സിദ്ദിഖിനോട് എന്താ പറയുക, മനസ്സിലെങ്കിലും പുറത്ത് കാണിച്ചില്ലെങ്കിലും നല്ല ദേഷ്യമുണ്ട്. ആ ദേഷ്യം ഒരു സെറ്റിൽ വെച്ച് പുറത്തു വന്നു. ബി ഉണ്ണികൃഷ്ണൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സെറ്റിൽ വെച്ച് ഇയാൾ പറഞ്ഞു, സിദ്ദിഖ് പറഞ്ഞു, ഈ ദിനേശ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരിയാണ്, പിന്നെ അവൻ്റെ ജാട കാണണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ആ സമയത്ത് ഫെഫ്ക ഉണ്ടായ സമയമാണ്. ആ ഫെഫ്ക ഉണ്ടാക്കാനായിട്ട് മറ്റേ മാക്ട ഫെഡറേഷൻ്റെ ഉമ്മാക്കി ചട്ടമ്പിയെ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഫെഫ്ക ഉണ്ടാക്കാൻ ഇറങ്ങുമ്പോൾ അതിനുവേണ്ടി ഏതാണ്ട് 26 ദിവസം എറണാകുളത്തെ BTHൽ താമസിച്ച് ആ സംഘടനയുടെ ഉദ്ഘാടനം നടക്കുന്നത് വരെ 10-26 ദിവസം നിന്ന് വേർത്ത് പണിയെടുത്ത് ജോലി ചെയ്ത ആളുകളിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു പരിധിവരെ വേണമെങ്കിൽ പറയാം, ഉണ്ണികൃഷ്ണനെ പോലെ ഒരാളിനെ ആർക്കും വേണ്ടാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്ട ഫെഡറേഷൻ്റെ തമ്പുരാൻ്റെ കൂടെ എർത്തായി നടന്നിരുന്ന ഉണ്ണികൃഷ്ണനെ മാക്ട ഫെഡറേഷൻ്റെ നേതാവാക്കിയതിൽ ഒരു നിർണായകമായ പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട്.
ആ ഉണ്ണികൃഷ്ണൻ കേട്ടോണ്ടിരിക്കുക സിദ്ദിഖ് ദിനേശ് ജാടയാണ്, അവൻ അഹങ്കാരമാണെന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ അടുത്തിരുന്ന നടനായ സംവിധായകനായ നിർമ്മാതാവായ പി ശ്രീകുമാർ ചോദിച്ചു, സിദ്ദിഖിന് എത്ര കാലമായി ദിനേശിനെ അറിയാം? എനിക്ക് പുറപ്പാട് മുതലറിയാം, എന്നാൽ നിനക്ക് ദിനേശിനെ കുറിച്ചൊരു ചുക്കും അറിയില്ല, നീ ഈ പറഞ്ഞ അലങ്കാരങ്ങളൊന്നും അവന് സൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എനിക്ക് എന്നോട് മനസ്സുകൊണ്ടെങ്കിലും സിദ്ദിഖിന് ഇഷ്ടമല്ല. എവിടെ വെച്ചുകൊണ്ടാലും വളരെ കാര്യമാണ്. എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു, നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു. പക്ഷേ അവിടെ വെച്ച് ഇങ്ങനെയൊക്കെ എന്നെപ്പറ്റി പറഞ്ഞുവെങ്കിലും ഞാൻ പറയുന്നു, നിങ്ങളുടെ കൂടെ ജീവിച്ച സിദ്ദിഖിനെ 14 പേർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 14 പേര്, ഒരാളല്ല രണ്ടാളോ മൂന്നാളോ അല്ല, നിരന്തര പീഡനമാണ്. ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ആ കുട്ടി. 14 പേര് പീഡിപ്പിച്ചതിൽ ഒരാൾ സിദ്ദിഖാണ് എന്ന് പറഞ്ഞപ്പോൾ ആ എന്താ പറയുക, മകൻ മരിച്ച് ഈ അടുത്ത കാലത്താണല്ലോ സിദ്ദിഖിൻ്റെ മകൻ മരിച്ചത്. മകൻ മരിച്ച ഒരു അച്ഛൻ്റെ ദുഃഖത്തിൽ എത്രയൊക്കെ ആയാലും അയാൾ വേദനിച്ചിരിക്കുമ്പോൾ വളഞ്ഞിട്ട് കൊത്തി വലിച്ചപ്പോൾ ഒരു ഉണ്ണികൃഷ്ണനും ഒരു മോഹൻലാലും ഒരു കാക്കയും സഹായഹസ്തം നീട്ടിയില്ല എന്ന് മാത്രമാണ് എനിക്കുള്ള വിഷമം. മീശ വെച്ചാൽ ആണാകില്ല എന്ന് ഇവർ തെളിയിച്ചു എന്ന് ഞാൻ പറഞ്ഞു. തൻ്റെ ഒരു സഹപ്രവർത്തകനെ ആലുവ പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി ഒരു കോവിലിലൂടെ തൊഴുത് ദൈവത്തിനെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചന്ദനക്കുറിയൊക്കെ അടിച്ച് നിൽക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു. നിങ്ങൾ കൊടുത്ത പരാതിക്ക്, ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുത്ത പരാതിയുടെ ചില കാര്യങ്ങൾ മാഡത്തിന് സംശയമുണ്ട്, അതൊന്ന് വിശദീകരിക്കാനായി ആലുവയിലെ പോലീസ് ക്ലബിലേക്ക് വരാമെന്ന് കേട്ടപ്പോൾ സ്വന്തമായി വക്കീലുള്ള, മാസശമ്പളം കൊടുക്കുന്ന വക്കീലുള്ള അദ്ദേഹത്തെ പോലും വിളിച്ച് സജഷൻ ചോദിക്കാതെ മണ്ടനായ ദിലീപ് കാറെടുത്ത് നേരെ പോലീസ് ക്ലബിൽ ചെന്നു. ക്വസ്റ്റ്യൻ ചെയ്ത് അയാളെ പിടിച്ചകത്തിട്ടല്ലോ. അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും പാതിരാത്രിയായിട്ടും അയാളെ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ തലയിൽ മുണ്ടൊന്നും ഇടാതെ പരസ്യമായിട്ട് തൻ്റെ സഹപ്രവർത്തകനെ എന്തുകൊണ്ടാണ് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് അന്വേഷിക്കാൻ സിദ്ദിഖ് ചെന്നു. അന്ന് തീർച്ചയായിട്ടും ഒരു മനുഷ്യനാണെങ്കിൽ ദിലീപ് ഭയങ്കരമായിട്ട് ആശ്വസിച്ചിരിക്കും. കാരണം എൻ്റെ ഔദാര്യം കൊണ്ട് നായകൻ ഒരുപാട് സിനിമയിൽ സംവിധായകനായ, തിരക്കഥാകൃത്തായ, നിർമ്മാതാക്കളായ എത്രയോ പേരുണ്ടായിരുന്നിട്ട് അവരാരും വരാതിരിക്കുകയും സിദ്ദിഖെങ്കിലും എൻ്റെ ഈ ഒരു അപകടസന്ധിയിൽ വന്നല്ലോ എന്ന് അദ്ദേഹം തോന്നിക്കാണും. പക്ഷേ ആ ദിലീപ് പോലും സിദ്ദിഖിന് ഒരു ആശ്വാസത്തിന് ചെല്ലാത്തത് നന്നായി എന്ന് ഞാൻ പറയും. കാരണം സിദ്ദിഖ് മനസ്സിലാക്കണം യഥാർത്ഥ സുഹൃത്തുക്കൾ ആരെന്ന്. തൻ്റെ യഥാർത്ഥ സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞ 2-3 ദിവസം ഒരു അവസരമായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. തങ്ങളുടെ സഹപ്രവർത്തകൻ വീഴുന്നു എന്നറിയുമ്പോൾ, ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആണല്ലോ അമ്മയുടെ, അയാൾ വീഴുന്നു എന്നറിഞ്ഞപ്പോൾ അവനിരുന്ന സീറ്റിനായി തരം പോലെ സംസാരിക്കുന്നു. ആരൊക്കെ? ജഗദീഷ്, ചേർത്തല ജയൻ, അനൂപ് ചന്ദ്രൻ, ഉണ്ണി ശിവപാല്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവർക്കും നല്ല ഒരു സല്യൂട്ട് കൊടുക്കണം. കാരണം അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത സിദ്ദിഖ് വീഴും, അങ്ങനെ ആ ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റ് വരും എന്ന് കണ്ടപ്പോൾ സിദ്ദിഖിൻ്റെ കൂടെ ഇരുന്ന് ഇൻ്റർവ്യൂവിൽ, അഭിമുഖത്തിൽ, അവിടെ ഇരുന്ന് പത്രസമ്മേളനത്തിൽ ഇരുന്ന് സംസാരിച്ച ജഗദീഷ് തിരുവനന്തപുരത്ത് വന്നിട്ട് നേരെ സമ്മർസാൾട്ട് അടിച്ചു. അദ്ദേഹം പറയുന്നത്, പെൺ വിഷയങ്ങളിൽ ആരെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി അവരെ നിയമ നടപടി സ്വീകരിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജഗദീഷിനോട് ഇങ്ങനെ കൈവച്ചിട്ട് ജഗദീഷ് സ്വയം ആലോചിക്കണം, ഞാനത് പറയാൻ യോഗ്യനാണോ എന്ന്. ഞാൻ എന്തായാലും ജഗദീഷ് സാറിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും കോടിക്കണക്കിന് രൂപ ടാക്സ് നൽകുന്ന സിനിമാ രംഗം സർക്കാരിന് കോടിക്കണക്കിന് രൂപയാണല്ലോ ഒരു രൂപ മുടക്കാതെ സർക്കാരിന് കിട്ടണം. ലോട്ടറി ആണെങ്കിൽ ലോട്ടറി ടിക്കറ്റെങ്കിലും അടിക്കണ്ടേ, കുറേ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ശമ്പളം കൊടുക്കട്ടെ. സിനിമയിൽ നിന്ന് 100 രൂപ കിട്ടിയാൽ അതിൽ നിന്ന് 33 രൂപ ടാക്സ് എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റുന്ന സർക്കാർ. കേരളത്തിലെ തിയേറ്ററുകൾ മുഴുവൻ അടച്ചിട്ടാൽ ഈ സർക്കാരിന് എത്ര കോടി രൂപ ദിവസം നഷ്ടമാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ചിന്തയില്ലാതെ സിനിമാക്കാരെ നശിപ്പിക്കാൻ മീശ വച്ചതും മീശ വയ്ക്കാത്തതുമായ ഒരു കൂട്ടം കൊത്തിപ്പറിക്കുന്നവന്മാർ നട്ടലുള്ള സംഘടനാ നേതാക്കളും ഫിലിം ചേംബറിലോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ അമ്മയിലോ ഫെഫ്കയിലോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൊത്തിപ്പറിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരൊറ്റ ചാനലുകളെയും ഒരൊറ്റ യൂട്യൂബർമാരെയും സിനിമാ സംബന്ധ പരിപാടികളിലോ സിനിമാക്കാരുടെ ചാവടിയന്തിരത്തിനോ ഇനി കയറ്റില്ല എന്ന് തൻ്റെ ഇടത്തോടെ മോഹൻലാലോ ഉണ്ണികൃഷ്ണനോ രാകേഷോ ആൻഡോ ജോസഫോ പോലുള്ളവർ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കിയാൽ തീരാവുന്ന പെണ്ണുപിടിയിൽ കേസ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ഞാൻ പറയും. കാരണം ഈ ചാനലുകാരാണല്ലോ ഇതെല്ലാം വഷളാക്കുന്നത്. നിന്നെ ഒന്നും ഇനി കുറേ കാലത്തേക്ക് ഞങ്ങളുടെ പരിസരത്തൊരിടത്തും വരാൻ സമ്മതിക്കില്ല, ഒരു അഭിമുഖവും തരില്ല. ഞങ്ങൾക്ക് കിട്ടേ ഇവിടെ എന്തെല്ലാം യൂട്യൂബിൽ എന്തെല്ലാം പ്രോഗ്രാമുകൾ വരുന്നു. ആണുങ്ങൾ കഷ്ടപ്പെട്ട് കെട്ടുതാലി പണയം വെച്ചുണ്ടാക്കിയ സിനിമകളുടെ ക്ലിപ്പിങ്സ് എടുത്തിട്ടല്ലേ അത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ കേട്ടെ ഏഷ്യാനെറ്റിലെ ഗം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതിലെത്ര ക്ലിപ്പിങ്സ് ഉപയോഗിക്കുന്നു ഓരോ എപ്പിസോഡിലും. ഏഷ്യാനെറ്റ് വേറെ എന്തെല്ലാം പ്രോഗ്രാം കാണിക്കുന്നു. 10 പൈസ നിർമ്മാതാവിന് കൊടുത്തിട്ടാണോ ഈ ക്ലിപ്പിങ്സുകൾ എടുക്കുന്നത്? ഇങ്ങനെ ഓരോ ചാനലും നിങ്ങൾ എടുത്തു നോക്കും. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്, അടുത്ത 10 വർഷക്കാലം
മലയാള സിനിമ ചിത്രീകരണം നടക്കുന്ന ലൊക്കേഷനുകൾ കയറ്റില്ല. മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു അഭിമുഖവും തരില്ല. സിനിമാ സംബന്ധമായ ഒരു വിഷയവും ഇനി പത്രങ്ങൾക്കോ ചാനലിലോ നൽകില്ല എന്നൊരു ശക്തമായ നടപടി ഈ സംഘടനാ നേതാക്കളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് എടുത്താൽ അപ്പം തീരുന്ന ഈ പെണ്ണുകൂടി കേസ്. ഇത് ചുമ്മാ കുത്തിപ്പറിക്കാനില്ലേ സന്ധ്യയ്ക്ക് 7 മണി മുതൽ 10 മണി വരെ ഇരുന്ന് തെറി വിളിക്കുന്നത്, അപ്പം അവസാനിക്കുമെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ നന്നായി പത്രം പോലും വായിക്കാത്ത നടികളൊക്കെ ഇപ്പോൾ ചെഗുവേരയുടെയും ആൻഡോ ഗ്രാംഷിയുടെയൊക്കെ കോട്ടിങ്ങുകളാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. ചെഗുവേര പറഞ്ഞതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ആൻഡോ ഗ്രാംഷിയുടെയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ഈ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരാണ് ഇത് എഴുതി കൊടുക്കുന്നത് എന്ന് ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ തന്നെ ഇതിൻ്റെ പുറകിലുള്ള കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ നാറിയ പണി ചെയ്യുന്നവന്മാർ, ഈ നടിമാർക്ക് ഇതൊക്കെ കോട്ടിങ്ങുകളൊക്കെ വെട്ടി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ആരെന്ന് അന്വേഷിച്ചാൽ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ചാനലിലൊരു അവതാരകയുണ്ട്. ഞാൻ ഒരു അടയാളം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ പറയുന്നില്ല. അവനെ എല്ലാവരും വിളിക്കുന്നൊരു പേരുണ്ട്. ഈ പറയുന്ന ഒരു മലയാളത്തിലൊരു പ്രശസ്തയായ നടിയുടെ അമ്മാവൻ്റെ മകനാണ്. അവൻ ചില വിഷയങ്ങളിലൊക്കെ ഇറങ്ങി നടിയുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ സംസാരിക്കുന്നിട്ട് ഇത്രയും നിഷ്പക്ഷനായ ഒരുത്തം ഉണ്ടോ എന്ന് തോന്നുന്നു. ഞാൻ പേര് പറയേണ്ടി വരും, വരട്ടെ. ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ ഒരവസരത്തിനായി കിടന്നു തരണം, വ്യഭിചാരം ഞങ്ങളുടെ അവകാശമാണ് എന്ന് ധരിക്കുന്ന പെരുമാറുന്ന ഒരു എംബോക്കികളോടും ദിനേശ് കോംപ്രമൈസ് ചെയ്യില്ല എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ എപ്പോഴും അത് പറയണ്ടല്ലോ, പഞ്ചസാര എന്ന് എഴുതിയിട്ട് ആരും ബ്രാക്കറ്റിൽ മധുരമുള്ളതെന്ന് എഴുതാറില്ലല്ലോ. എന്നാൽ ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്ന ഭൂരിപക്ഷവും കൂതറകളാണ് എന്നതാണ് പരമമായ സത്യം. നിങ്ങളിൻ്റെ താഴെ എഴുതും, എടാ നിനക്കും അമ്മയില്ലേ പെങ്ങളില്ലേ, എടാ അമ്മയും പെങ്ങളെയും പോലെ എല്ലാവരെയും സിനിമാ രംഗത്തുള്ള എല്ലാവരെയും കാണുന്നവനാണ് ദിനേശ്. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്നത് ഒട്ടും ഭൂഷണമല്ല എന്ന് ഞാൻ പറയും. ഇപ്പോൾ 15 അംഗ ഗുണ്ടാ ലിസ്റ്റ് കൊണ്ട് നടക്കുന്ന ഒരു കൂതറ സംവിധായകൻ ഒരു കൂതറ കമ്പിപ്പടം എടുത്തിട്ടുണ്ട് മുമ്പ് ആദ്യകാലത്ത്. ഇപ്പോൾ അയാൾ വലിയ വലിയ പടങ്ങൾ എടുക്കണേ, ഒരു കമ്പിപ്പടം എടുത്തു. അത് കേരളത്തിൽ വെച്ചുമല്ല. അപ്പോൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന 15 ഗുണ്ടകളുടെ ലിസ്റ്റുകളുമായിട്ട് നടക്കുന്ന മര്യാദരാമനാണ്. അതിലെ നായിക നല്ല സിനിമകളിൽ തുടക്കം കുറിച്ച് ആർട്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരു നായികയായിരുന്നു. അവർക്ക് അവസരം കുറഞ്ഞു. നല്ല സുന്ദരിയായ ഒരു സ്ത്രീയാണ്. തമിഴ്നാട് ഭരിച്ച മുഖ്യമന്ത്രിയുടെ പേരുള്ളൊരു സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന കൂതറ സംവിധായകൻ്റെ സിനിമയിലെ നായകൻ ഇപ്പോൾ ആണൊരുത്തൻ്റെ വീര്യം കാണിക്കുന്ന മാന്യനായ നടൻ്റെ അച്ഛനായിരുന്നു. ഇപ്പോൾ മാന്യനായിട്ട് നട്ടലുറപ്പോടെ സംസാരിക്കുന്ന ഒരു യുവനായകനുണ്ടല്ലോ, 100% ഞാൻ അയാളുടെ പക്ഷത്തിരിക്കുന്ന ആളാണ്. പക്ഷേ അയാളുടെ അച്ഛൻ ഒരു കൂതറായിരുന്നു. പെൺവിഷയത്തിലെങ്കിലും അയാൾ വെറും തല്ലിപ്പൊളിയായിരുന്നു. അപ്പോൾ ഈ മറ്റേ കൂതറ സംവിധായകൻ്റെ പടത്തിൽ നായകനായിട്ട് ഇദ്ദേഹം അഭിനയിക്കുമ്പോൾ നായിക ഞാൻ നേരത്തെ പറഞ്ഞ തൊലി വെളുപ്പുള്ള നല്ല സുന്ദരിയായ നടിയായിരുന്നു. ഒരു ദിവസം ഈ നായകൻ ആ നടിയെ കൂടെ കിടക്കാൻ വിളിച്ചു. അവൾ പോയില്ല. ലൊക്കേഷനിലിട്ട് ഈ നാറി നായകൻ ആ സ്ത്രീയുടെ ചികിട്ടത്തടിക്കുമ്പോൾ ഇപ്പോൾ വലിയ വായിൽ വർത്തമാനം പറയുന്ന ഈ നട്ടലുള്ള മോനെ ഞാനാണ് സ്റ്റാറാക്കി എന്നൊക്കെ പറയുന്ന ഈ സംവിധായകൻ ഉണ്ടല്ലോ, മാടമ്പി, അയാൾ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കൂടെ കിടക്കാൻ വിളിച്ചിട്ട് ചെല്ലാത്ത നായികയുടെ ചെകിട്ടത്തടിക്കുന്നു നായകൻ. മലയാള സിനിമയിൽ നടന്ന കഥകളാണെന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ സത്യം പറഞ്ഞാൽ നാറിയ 100 കഥകൾ പറയാൻ കഴിയും. പിന്നെ അടുത്തൊരു കഥ പറയാം. എന്നെ അനന്തരവനെ പോലെ കണ്ട ഒരു സംവിധായകനുണ്ട്, വേണമെങ്കിൽ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയാം. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒന്നും പഠിച്ചില്ല. അപ്പോൾ എന്നെ ഒരു അനന്തരവനെ പോലെയാണ് കാണുന്നത്. എന്നോട് അനാവശ്യമായ ഒരു കാര്യം പറയില്ല, ഞാനിരിക്കും മദ്യപിക്കില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സംവിധായകൻ. അപ്പോൾ സമാന്തര സിനിമയുടെ അവസാനത്തെ കണ്ണി എന്നാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തുള്ളൊരു പത്രം വിശേഷിപ്പിച്ചിരുന്നത്. സമാന്തര സിനിമ, നല്ല സിനിമകളുടെ അവസാനത്തെ കണ്ണി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സമകാലികനായ വേറൊരു സംവിധായകനുണ്ട്, വേറൊരു താടിക്കാരൻ. അയാളെയും പറയുന്നത് സമാന്തര സിനിമയുടെ അവസാനത്തെ കണ്ണി എന്നായിരുന്നു. ഈ 2 കണ്ണികളും കൂടി ഇവിടെ PMGയിലുള്ളൊരു ഹോട്ടലിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പുറത്ത് മേശയിലിരുന്ന് ഞാൻ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുക്കുകയാണ്, പകർത്തിയെടുക്കുകയാണ്. മിണ്ടാതിരുന്ന് ഞാൻ കോപ്പി എടുക്കുകയാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്ന വിഷയം ഇന്നലെ ഇറങ്ങിയ നല്ല സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക അടുത്ത് തുടങ്ങാൻ പോകുന്ന സിനിമയുടെ കഥയെക്കുറിച്ചോ ഒന്നുമല്ല. ഈ അടുത്ത കാലത്ത് മാനസിക അസ്വാസ്ഥ്യം അല്ലെങ്കിൽ മറവി രോഗം വന്ന് മരിച്ചുപോയ ഒരു ഹതഭാഗ്യയായ ഒരു പാവം നടിയുണ്ട്. നാടകരംഗത്ത് നിന്ന് സിനിമയിൽ നായികയായി പിന്നെ സ്വഭാവ നടിയായി മാറിയ ഒരു നടി. അവരെ ആദ്യം ഉപയോഗിച്ചത് ഞാനാണോ നീയാണോ, ഇതാണ് തർക്കം ഇവരുടെ. ഞാനവിടെ ഇരുന്ന് കോപ്പി എടുത്തുകൊണ്ടിരിക്കുക. ഭയങ്കര തർക്കം, മണിക്കൂർ ദിവസത്തിൻ്റെയൊക്കെ വ്യത്യാസത്തിലേക്കാണ് പറഞ്ഞത്. നീ അല്ല, നിങ്ങൾക്ക് കിട്ടുന്നതിന് 6 ദിവസം മുമ്പ് ഞാനല്ലേ ഉപയോഗിച്ച്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കും, മലയാള സിനിമയുടെ ഒരു അവസ്ഥ, ഒരു പഴയകാല അവസ്ഥയാണ്. ഇപ്പോൾ അതൊന്നും ഇല്ലെന്നേ മലയാള സിനിമയിൽ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ, ഈ വിപ്ലവ നായകനായ സംവിധായകനും സമാന്തര സിനിമയുടെ അവസാന കണ്ണിയായ മനുഷ്യനും കൂടെ ഭയങ്കര ചർച്ച. ആദ്യം ഈ നടിയെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നാടകരംഗത്തു നിന്ന് വന്നതാണ് ആ പാവ നടി. എനിക്ക് സത്യം പറഞ്ഞാൽ യോമാർ 2 പേരോടും അന്ന് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി.
ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരാണെന്ന് ഇവിടെ ബുദ്ധിജീവി സിനിമകളുമായിട്ട് നടക്കണേ. എന്നോട് ആരൊക്കെ ചോദിച്ചു ഗുരുനാഥനെ ഇങ്ങനെ പരസ്യമായി ആക്ഷേപിക്കാമെന്ന്. ഗുരുനാഥനല്ലെന്നേ, സ്വന്തം അച്ഛൻ തെമ്മാടിത്തരം കാണിച്ചാലും തുറന്നു പറയണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛൻ 3.5 വയസ്സിൽ മരിച്ചുപോയി, എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ. അച്ഛൻ ജീവിച്ചിരുന്ന അച്ഛൻ ഒരു തെമ്മാടിത്തരം കാണിച്ചാലും ഞാൻ പറയും അച്ഛൻ കാണിച്ചത് തെമ്മാടിത്തരമാണെന്ന് എന്നെ പറയും. അങ്ങനെ പറയണമെന്നാണ് ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊരു പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, വി.ഡി. സതീശൻ. കക്ഷി ഒരു നല്ല MLA ആയിരുന്നു, പക്ഷേ പ്രതിപക്ഷ നേതാവ് എപ്പോൾ ആയോ അപ്പം മുതൽ അയാൾ ഒരു സൂപ്പർ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സൂപ്പർ ഗവർണർ കളിക്കും. വിവരക്കേട് മാത്രമേ അയാൾ പറയുള്ളൂ, വാ തുറന്ന വിവരക്കേടേ പറയൂ. അയാൾ ഇന്നലെ പറയുകയാണ്, മാധ്യമപ്രവർത്തകയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ച നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ആര്? ധർമ്മജൻ ബോൾഗാട്ടിയോടാണ് പറയണേ. കോൺഗ്രസ്സുകാരെയല്ലേ, MLA നിയമസഭാ സീറ്റിന് വേണ്ടി മത്സരിച്ച ആളല്ലേ. ധർമ്മജനെ ഞാൻ പറയും ഒരു ആണാണ് അവനെന്ന് പറയും. കാരണം എന്താ പറയുക, എൻ്റെ സംഘടനയായ അമ്മയെക്കുറിച്ച് നീ വല്ലതും പറഞ്ഞോളൂ, ഞാൻ തള്ളയ്ക്ക് വിളിക്കും എന്ന് പാച്ചയ്ക്ക് പറഞ്ഞു. ഇത്തിരി അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അയാളെ ഉപദേശിക്കുകയാണ് സതീശൻ. മാധ്യമ പ്രവർത്തകയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ച നടപടി അംഗീകരിക്കാൻ കഴിയില്ല. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി ഉറപ്പാക്കുന്ന കാര്യങ്ങളിൽ പ്രതിപക്ഷവും മാധ്യമവും ഒക്കെ ഒരേ ജോലിയാണ് ചെയ്യുന്നത്. അതായത് ഈ കോലം പിടിച്ച് നടക്കുന്നവന്മാർ സതീശനും ഒരേ ജോലിയാണ് ചെയ്യുന്നത്. എവൻ്റെ ഒരു പാർട്ടി ഓഫീസിൽ തൂക്കാമെന്നൊരു പെൺകുട്ടിയെ കൊന്നിട്ട് കെട്ടി ചാക്കിയിൽ വെച്ചിട്ട് ഇവൻ മിണ്ടാത്തവനായി സതീശൻ. മനസ്സിലായ? കൊല്ലത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യാൻ വന്ന ശ്വേതയെ ഒരു കിളവൻ, പാർട്ടക്കിളവൻ, തിരുവനന്തപുരത്തുള്ള തെറുകുറുപ്പെന്നൊക്കെ വിളിക്കുന്ന ഒരു പാർട്ടക്കിളവൻ തൊടാൻ പാടില്ലാത്ത സ്ഥാനത്ത് പിടിച്ച് ഞെക്കിയപ്പോൾ അന്ന് വലിയ വിവാദം ഉണ്ടാക്കും. വാ തുറക്കാത്തവനായി ഈ സദാചാരം പഠിപ്പിക്കുന്ന ആരാ? ധർമ്മജനെ. എന്ത് നിങ്ങൾ ആലോചിച്ച്, ഇത് കേരളത്തിലല്ലേ, നമ്മളൊക്കെ ഇത് മറക്കുമോ? അതിനുവേണ്ടിയാണ് ഞങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂടി ചേർന്ന് പിണറായി വിജയനെ ഒരു പരുവമാക്കാനാണെന്ന് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ അപമാനിച്ച് സംസാരിച്ചത് ഗുരുതരമായ തെറ്റാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് പറയുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. തെറ്റുകൾ ചെയ്യുന്നവരെ തള്ളിപ്പറയും, ന്യായീകരിക്കില്ല. ഗുരുതരമായ തെറ്റാണ് ധർമ്മജൻ ബോൾഗാട്ടി കാണിച്ചത് എന്നാണ് സതീശൻ പറയുന്നത്. ധർമ്മജൻ ഇത്തിരി അടിച്ചിരുന്നു, അവൻ്റെ കയറി ചൊറിഞ്ഞു, അമ്മയെപ്പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മയെപ്പറ്റി പറഞ്ഞാൽ കവാലക്കുറ്റിലിട്ട് അടിച്ചിരുന്നു പറഞ്ഞു. എനിക്ക് ധർമ്മജൻ പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഹേമ കമ്മിറ്റിയെ പറ്റിയുള്ള നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട്, നമ്മളൊരു പ്രോഗ്രാം ചെയ്തല്ലോ, ഇപ്പം 28,000 പേരെ 2 ദിവസം കൊണ്ട് 28,000 പേരോ 30,000 പേരോ കണ്ടു. ലണ്ടനിൽ നിന്നൊരു പെൺകുട്ടി വിളിച്ചു എന്നെ. പെൺകുട്ടി എന്ന് പറയാമല്ലോ, ഒരു സ്ത്രീ വിളിച്ചു, ലണ്ടനിൽ നിന്നാണേ. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ പതിവായി കാണുന്ന ആളാണ് ഈ വിളിച്ച യുവതി. കണ്ണൂരുകാരിയാണ്. അപ്പോൾ കണ്ണൂരിൽ ചിത്രീകരിച്ച ഒരു പടത്തിൽ ഈ യുവതിക്ക് ഒരു ലേഡി പോലീസുകാരിയുടെ വേഷം നൽകി. 2012, 2013 കാലത്തായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറയുന്നു. റഹ്മാനാണ് നായകൻ, ഭാമയാണ് നായിക. പത്തേമാരി എടുത്ത ഭാര്യയും ഭർത്താവുമാണ് നിർമ്മാതാക്കൾ. ലൊക്കേഷനിൽ ചെന്നപ്പോൾ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ചോദിച്ചു, നല്ല വേഷങ്ങൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കാൻ താല്പര്യമുണ്ടോ മാഡത്തിന് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മാഡത്തിന്, ഈ പെൺകുട്ടിയെ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ അറിയാം. രണ്ടുപേരും കണ്ണൂരുകാരാണ്. എനിക്ക് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ പേരൊക്കെ അറിയാം. അപ്പോൾ കൺട്രോളർ ഇങ്ങനെയാണ് ചോദിച്ചത്, അതായത് ഇനിയും നല്ല വേഷങ്ങൾ കിട്ടിയാൽ തുടർന്നും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, പിന്നെന്ത് അഭിനയിക്കാം എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഫീൽഡ് അത്ര നല്ലതല്ല, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഉയരത്തിലെത്താൻ കഴിയും. അയ്യോ, എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നവളല്ല ഞാൻ എന്ന് ഈ പെൺകുട്ടി മറുപടി പറഞ്ഞു, ഈ യുവതി മറുപടി പറഞ്ഞു. അവർ പറയുന്നത് അപ്പോൾ അതിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ഒരു ഭർത്താവും മകനുമുണ്ട്, ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടിയാണെന്നാണ്, പെൺകുട്ടിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അതിനൊന്നും എന്നെ കിട്ടില്ല, എൻ്റെ കുടുംബം അങ്ങനെയുള്ളതല്ല എന്ന് പറഞ്ഞു. ചെറിയ ഒരു റോൾ ചെയ്ത ശേഷമാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഇങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ആ വേഷം പോലും അവർ ചെയ്യില്ലായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. സാറിന് നിങ്ങളുടെ പെർഫോമൻസ് വല്ലാണ്ട് ഇഷ്ടമായി. സാറായിരുന്നു അറിയാലോ സംവിധായകൻ. മറ്റൊരു വലിയ റോൾ തരാൻ സാർ ആലോചിക്കുന്നു. ഒരു പടത്തിൽ ഒരു വേഷം ചെയ്ത ആ നടിക്ക് തന്നെ വേറൊരു വേഷം കൂടെ കൊടുക്കാമെന്ന്. ഇനി വെള്ളം അടിച്ച് ഫിറ്റായപ്പോൾ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടുകൂടി ആയിരിക്കണം പറഞ്ഞത്. ഒരു പടത്തിൽ ഒരു വേഷം കൊടുത്തിട്ടേ ഇതിനേക്കാൾ വലിയൊരു വേഷം വേറെ തരുന്നുണ്ട് സാറിന് നിങ്ങളെ പെർഫോമൻസ് ഇഷ്ടമായി എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഈ നടിയാണെങ്കിൽ ജിമ്മിലൊക്കെ പോയിട്ട് 23-24 വയസ്സേ തോന്നിക്കും, പക്ഷേ അവർക്ക് അപ്പോഴും തന്നെ 30 വയസ്സുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. കണ്ണൂരുകാരിയാണ്. കണ്ണൂരിൽ ചിത്രീകരണം നടക്കുന്ന സിനിമ ആയതുകൊണ്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് വന്ന് രാത്രി അവർക്ക് വീട്ടിൽ പോകും. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഭർത്താവ് അപ്പോഴും ലീവിലുണ്ട്. അദ്ദേഹം ലണ്ടനിലായിരുന്നു, പക്ഷേ അദ്ദേഹം അപ്പോഴും ലീവിലുണ്ട്. അവർ സാമ്പത്തികമാണെങ്കിൽ ചിന്തിച്ചതുമില്ല. പ്രൊഡക്ഷൻ കൺട്രോളർ ഈ നടിയുടെ ഫോൺ നമ്പർ സംവിധായകന് കൈമാറിയിരുന്നു. ഒരു ദിവസം രാത്രിയാണല്ലോ ഈ സംവിധായകന്മാർ ഉണർന്നെണിക്കുന്ന ഡ്രാക്കുള മാതിരി. രാത്രി 11 മണി കഴിഞ്ഞ ശേഷം ഈ സംവിധാന പ്രതിഭ ഈ നടിയെ വിളിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ആരാ എന്ന് ചോദിച്ചു. കാരണം അവരിൽ നമ്പറില്ലല്ലോ. നല്ല ഫിറ്റാണ് സംവിധായകൻ. ഞാൻ സംവിധായകൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു, പേര് പറഞ്ഞു.
നിങ്ങൾ നന്നായി അഭിനയിച്ചു കേട്ടോ. ഒറ്റ ടേക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നന്നാക്കി. വിരോധമില്ലെങ്കിൽ നാളെ നമുക്ക് നേരിലൊന്ന് കാണണം. അപ്പോൾ പറഞ്ഞു അതിനെന്താ, എനിക്കൊരു വിരോധമില്ല, കാണാം സാർ എന്ന് പറഞ്ഞു. ഞാൻ താമസിക്കുന്നത് ഇന്ന ഹോട്ടലിലെ ഇന്ന റൂം നമ്പറിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സാർ നാളെ ലൊക്കേഷനിൽ കാണില്ലേ? ഉണ്ട്. എന്താ? ഞാൻ അവിടെ ഉണ്ടാവും. എന്താ എന്ന് ചോദിച്ചു. അല്ല നമുക്ക് അവിടെ വെച്ച് കണ്ടാൽ പോരെ എന്ന് ചോദിച്ചു. അല്ല എനിക്ക് പേഴ്സണലായി ചിലത് സംസാരിക്കണമെന്നായി സംവിധായകൻ. കാണാം. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിറ്റേന്ന് കൺട്രോളറെ കണ്ടു. സംവിധായകൻ വിളിച്ചത് പറഞ്ഞു, എടുക്കണ്ട കേട്ടോ, ഇനി അയാൾ വിളിച്ച ഫോൺ എടുക്കണ്ട, അയാൾ അന്വേഷിച്ച് ഹോട്ടൽ റൂമിൽ പോവുകയും ചെയ്യരുത്. രാത്രിയായാൽ ഇത് തന്നെയാണ് അയാളുടെ പണി, ഫുൾ ഫിറ്റായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പെണ്ണുങ്ങളെ വിളിയാണ് അയാളുടെ ജോലി, അതുകൊണ്ട് ഹോട്ടൽ റൂമിൽ ചെന്ന് അയാളെ കാണുകയും വേണ്ട, ഇനി അയാൾ വിളിച്ചാൽ ഫോൺ എടുക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാത്രിയും സംവിധായകൻ ഭാവന തോന്നിയപ്പോൾ വിളിച്ചു. യുവതി ഫോൺ എടുത്തില്ല. മൂന്നാം ദിവസം സംവിധായകൻ കൺട്രോളറോട് പറഞ്ഞു, നമ്മുടെ ഇതിലൊരു കന്യാസ്ത്രീയുടെ വേഷമില്ലേ, ആ വേഷം നമുക്ക് ഈ പെൺകുട്ടിക്ക് കൊടുക്കാം. ആ റോള് അവൾ മനോഹരമായി ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ആ സീൻ നമ്മൾ എടുക്കുന്നത് വയനാട്ടിലായിരിക്കും, കണ്ണൂരിലല്ല, വയനാട്ടിലായിരിക്കും. വരാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. കൺട്രോളർ ഈ പെൺകുട്ടിയെ കണ്ടോടെ കാര്യം പറഞ്ഞു. കലയോടുള്ള താല്പര്യം, ഇഷ്ടം, അതൊക്കെ കൊണ്ടാണ് സിനിമയിലേക്ക് പോയത്. ഞാനില്ല ഇനിയെന്ന് കൺട്രോളറോട് ആ പെൺകുട്ടി തീർത്തു പറഞ്ഞു. കാരണം അവൾക്ക് മനസ്സിലായി ഇത് ചതിയാണെന്ന്. എന്നെ മനസ്സിലാക്കി. എൻ്റെ ശരീരം ചിന്തിക്കാതെ എനിക്കൊരു അവസരം എന്നെങ്കിലും തേടി വന്നാൽ അന്ന് ഞാൻ അഭിനയിച്ചോളാം എന്ന് കൺട്രോളർ പറഞ്ഞിട്ട് ആദ്യ സിനിമയിൽ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തി ആ കുട്ടി പോയി. 2-3 മക്കളുടെ അമ്മയായി. ഒരു മകളെ വിവാഹം കഴിച്ചയച്ചു. ഞാനിപ്പോൾ നേഴ്സാണ് സാർ, ലണ്ടനിൽ നേഴ്സാണ്. ഇവിടെ ഞാൻ സെറ്റിലായി. മകൻ എൻജിനീയറിങ് കഴിഞ്ഞു. 3ാമത്തെ മകൾ ചെറിയ കുട്ടിയാണ്. 2 വർഷത്തിലൊരിക്കൽ ഞാൻ നാട്ടിൽ വരും. കാരണം എൻ്റെ അച്ഛനും അമ്മയും നാട്ടിലുണ്ട് സാർ. കലയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് സിനിമ തേടിപ്പോയതാണ്. ആ പടത്തോടെ തന്നെ ഞാൻ മതിയാക്കി സാർ. താങ്കൾ ചാനലിലൂടെ പറയുന്ന കാര്യങ്ങൾ, അതിൽ താങ്കൾ കാണിക്കുന്ന ആത്മാർത്ഥത കൊണ്ടാണ് ഞാൻ ഈ ലണ്ടനിൽ നിന്ന് താങ്കളെ വിളിച്ചത് എന്ന് അവരെന്നോട് പറഞ്ഞു. പുതുതായി കഴിവുള്ള പെൺകുട്ടികൾ എങ്ങനെ വരും സാർ സിനിമയിൽ എന്നാണ് അവരെന്നോട് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ചൂളിപ്പോയി. സിനിമാക്കാരൻ്റെ വില കളയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ ഈ നല്ല കുടുംബിനിയായി ജീവിക്കുകയായിരുന്നു നല്ലത്, അല്ലേ സാർ? ഞാൻ ചിലപ്പോൾ സിനിമയിൽ നിന്നിരുന്നെങ്കിലേ, അന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ, ചിലപ്പോൾ ഒരു സ്വഭാവ നടിയായി ഞാനിപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നനെ, അല്ലേ സാർ? വേണ്ട സാർ, അതിനേക്കാൾ നല്ലതല്ലേ മക്കളെയൊക്കെ നോക്കി ജോലിക്കും പോയി അന്തസ്സായിട്ട് ജീവിക്കുന്നത്. ഞാൻ എന്ത് മറുപടി പറയാൻ? ഞാനൊന്നും പറഞ്ഞില്ല. വീണ്ടും വിളിക്കാം എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു. ഞാൻ ഇതുവരെ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുക അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആ പടത്തിൻ്റെ പേര് പറയാൻ മറന്നു പോയല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ മറന്നതല്ല, അവസാനം പറയാമെന്ന് വിചാരിച്ചു. ചിത്രത്തിൻ്റെ പേര് മറുപടി എന്നായിരുന്നു. റഹ്മാൻ നായകൻ, ഭാമ നായിക. അതിൻ്റെ സംവിധായകൻ, നിർമ്മാതാവ്, പ്രൊഡക്ഷൻ കൺട്രോളർ, ആരുടെ പേര് വേണമെങ്കിലും പറയാം. വേണമെങ്കിൽ എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല. എന്തൊരു നാണക്കേടെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ പറയുന്ന സംവിധാന പ്രതിഭയും രഞ്ജിത്തിൻ്റെ ഒരു എർപ്പാണ്. അതാണ് അതിനേക്കാൾ രസം. അത് പോട്ടെ, ഇതിനിടയിലാണ് വേറൊരു തീപ്പൊരിയായ രഞ്ജി പണിക്കർ എവിടെയാണെന്ന് അറിഞ്ഞൂടാ, എവിടെയോ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഈ കോലം പിടിച്ച് ക്യാമറയായിട്ട് കുറേ എണ്ണം നിൽപ്പുണ്ട്. അതിലൊരുത്തന് ഭയങ്കര ഇളക്കം. അവൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. 5ാമത്തെ ചോദ്യം ആയപ്പോൾ രഞ്ജി പണിക്കർ പറഞ്ഞു, നീ 5 ചോദ്യം ചോദിച്ചില്ലേ, അത്രയും മതി, ഓവർ സ്മാർട്ട് ആവാതെ ബാക്കിയുള്ളവർ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ അങ്ങ് മാറ്റിയിരുന്നു. കാരണം അവൻ ഇങ്ങനെ ആവേശം കൊണ്ട് നിൽക്കുകയാണ് ഈ സ്ത്രീ പീഡനത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ച്. ഇത്തരം വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ FIR ഇട്ട് കേസ് എടുക്കേണ്ടതല്ലേ എന്നാണ് പണിക്കരോട് ആദ്യം ചോദിച്ചത്. അതിനുത്തരം പറയേണ്ടത് സർക്കാരാണ്. നമുക്കത്തരം അധികാരമൊന്നുമില്ല. ഇത്തരം വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നിയമപരമായ സാധ്യതകളുണ്ടെന്ന് ആലോചിക്കാനുള്ള ഭരണകൂടം ഇവിടെയുണ്ട്, നീതിന്യായ സംവിധാനം ഇവിടെയുണ്ട്. അതിൻ്റേതായ നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കൃത്യമായ മറുപടി രഞ്ജി പണിക്കർ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ 5 ചോദ്യം ചോദിച്ചവൻ ചോദിക്കുകയാണ്, രഞ്ജിത്തിൻ്റെ അഭികാമ്യമാണ് എന്ന് രഞ്ജിത്തിന് തോന്നിയത് കൊണ്ടാണല്ലോ അദ്ദേഹം രാജിവെച്ചത്. രാജിവെക്കുന്നതാണ് അഭികാമ്യം എന്ന് രഞ്ജിത്തിന് തോന്നിയതുകൊണ്ടാണല്ലോ രാജിവെച്ചതെന്നാണ് ചോദിക്കുന്നത്. ഒരു സമ്മർദ്ദത്തിന് പുറത്താണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ഔചിത്യത്തിൻ്റെ പേരിൽ തന്നെ ആവണമല്ലോ അദ്ദേഹം രാജി നൽകിയത്. ആ പോസ്റ്റിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്നിടത്തോളം കാലം അദ്ദേഹം അങ്ങനെ കടിച്ചു തൂങ്ങണ്ട എന്ന് തീരുമാനിച്ചിടത്തോളം കാലം അങ്ങനെ തീരുമാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരം പ്രവണതകളുണ്ടെങ്കിൽ അത് മാറേണ്ടത് അനിവാര്യമല്ലേ എന്നായി അടുത്ത ചോദ്യം. സംശയമുണ്ടോ? ഏത് മേഖലയിലുണ്ടെങ്കിലും മാറണം.
സിനിമാ മേഖലയിൽ മാത്രമല്ല, മാധ്യമരംഗത്തടക്കം മറ്റ് മേഖലകളിൽ അടക്കം സമൂഹത്തിൽ നാനാവിധമായ എല്ലാ മേഖലകളിലും സമാനമായ പ്രവണതകളുണ്ടെങ്കിൽ അതൊരു ജനാധിപത്യ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൽ വച്ചു പൊറുപ്പിക്കാവുന്നതല്ല. അത് മാറണം എന്നായി പണിക്കർ. അപ്പോൾ ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ? മറ്റെൻ്റെ സംശയമാണ്. ഈ റിപ്പോർട്ടിൽ പല തലത്തിൽ നടപടികൾ ഉണ്ടാകണം. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയുടെ നിർദ്ദേശമാണ്. സർക്കാർ ഒരുപക്ഷെ കാത്തു നിൽക്കുകയാണ്. സർക്കാർ നിയമ ഉപദേശം തേടിയിട്ടുണ്ടാകും. എടുത്തു ചാടിയുള്ള നടപടികളല്ല വേണ്ടത്. സമഗ്രമായ പഠനത്തിന് ശേഷം യുക്തമായ നടപടികൾ ബന്ധപ്പെട്ട സംഘടനകൾ, സർക്കാർ, നീതിന്യായ സംവിധാനം എല്ലാം തന്നെ അതിനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ സിനിമാ മേഖലയിൽ വലിയ തരത്തിലുള്ള ആരോപണമാണ് അല്ലേ? അവൻ വീണ്ടും ചോദിക്കുക, ചൊറിയ എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. ഏത് മേഖലയിലാണെങ്കിലും ഇത്തരം ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും സ്വാഭാവികമായിട്ടും വലിയ അഭിമാനക്ഷതം ഉണ്ടാക്കുന്നവയാണ്. നിലവിൽ സിനിമ മേഖലയിലാണല്ലോ. മറ്റേ 5 ചോദ്യം ചോദിച്ചോ, അതല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, സിനിമാ മേഖലയിലാണല്ലോ. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്? അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പരാമർശങ്ങൾ ചർച്ച ചെയ്യണ്ടേ എന്നായി അവൻ. തീർച്ചയായും സിനിമ വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന മേഖലയാണ്. ഒരു പക്ഷേ മറ്റു പലതിനെയും അപേക്ഷിച്ച് സിനിമയിൽ പ്രവർത്തിക്കുന്നവർ, വലിയ താരപരിവേഷമുള്ള ആളുകൾ, സിനിമാ സംഘടനകൾ ഒക്കെ വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങൾ വലിയ അഭിമാനക്ഷതമുണ്ടാക്കും, ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതൊക്കെ പരിശോധിക്കേണ്ട സാഹചര്യങ്ങളിലേക്കാണല്ലോ ഇപ്പോൾ പോകുന്നത് എന്നായി പണിക്കർ. ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? ആണോ? അദ്ദേഹം തിരിച്ചു ചോദിച്ചു. ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചു. ആണോ എന്ന് അദ്ദേഹം ചോദിച്ചു. നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾക്കല്ലേ അന്വേഷണ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. ആരെയെങ്കിലും സംശയമുണ്ടോ എന്നായി അടുത്ത ഒരു ചോദ്യകർത്താവ്. ഉണ്ടോ? ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയൂ. ഞാനാരെയും സംശയിക്കുന്നില്ല. നിങ്ങൾക്ക് സംശയമുള്ളവരെ നിങ്ങൾ പറയൂ. ആരെങ്കിലും ഒരു ഗൂഢാലോചന നടത്തിയിട്ട് വന്നവർ ആരുമല്ലല്ലോ. അത്തരം ഗൂഢാലോചനകൾ ഉണ്ടാകാം. ഇത്തരം സന്ദർഭങ്ങളെ മുതലെടുക്കുന്നവർ ഉണ്ടാകാം. പക്ഷേ അടിസ്ഥാനപരമായി സർക്കാർ നിയോഗിച്ച കമ്മിറ്റി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളാണല്ലോ. അതിൽ നിന്നാണല്ലോ പിന്നീടുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അല്ല, അതായത് അവൻ വീണ്ടും ആളാവുകയാണ്. നിങ്ങൾ മാത്രമായി ചോദ്യങ്ങൾ ചോദിക്കണ്ട. 5 ചോദ്യമായില്ലേ, ഇനി വേറെ ആരെങ്കിലും ചോദിക്കട്ടെ. അപ്പോൾ അടുത്തൊരാൾ ചോദിച്ചു, പരാതി ഉണ്ടെങ്കിൽ മാത്രം നടപടി എന്ന രീതിയാണല്ലോ സർക്കാർ നിലപാട്. അങ്ങനെയല്ലേ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റൂ? അല്ല, പരാതിയില്ലാതെ സർക്കാരിന് കേസെടുക്കാൻ പറ്റൂ? നേരത്തെ തന്നെ ഈ നടിമാർ പറഞ്ഞിട്ടുള്ള പരാതികൾ, പുറത്തു പറയാൻ മടിയുള്ള കാര്യങ്ങൾ സ്വാഭാവികം എന്നായി പണിക്കർ. നീതി ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ട്. സ്വകാര്യത നഷ്ടപ്പെടുന്നുണ്ട്. നീതി ഉറപ്പാക്കണ്ടേ? നീതി ഉറപ്പാക്കണ്ട എന്ന് ഒരു നിലപാട് ഇവിടെ ഏതെങ്കിലും സിനിമയിലുള്ള ആർക്കെങ്കിലും ഉണ്ടോ എന്നായി പണിക്കർ. നീതി ഉറപ്പാക്കേണ്ട എന്ന നിലപാട് സർക്കാരിനുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. മാധ്യമങ്ങൾക്കുണ്ടോ? സിനിമയ്ക്കുണ്ടോ? അങ്ങനെ ഒരു നിലപാട് എങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ, ജനാധിപത്യ സമൂഹത്തിൽ ആർക്കാണ് അങ്ങനെ ഒരു നിലപാട് ഉറച്ചു നിൽക്കാനും അത് നടപ്പിലാക്കാനും പറ്റുമോ? അങ്ങനെ പറ്റുമോ എന്നായി പണിക്കർ. സ്വാഭാവികമായും അങ്ങനെ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ സംഭവ വികാസങ്ങളിൽ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മുടെ സമൂഹം കാണുന്നത്. ആ സമൂഹം കാണുന്ന നിലയ്ക്ക് അതിനെ പരിശോധിക്കാനും നടപടികൾ എടുക്കുവാനും മറ്റ് സംവിധാനങ്ങൾക്കും ബാധ്യത ഉണ്ടാവും. ഈ തുറന്നു പറയുന്ന ആൾക്കാർക്ക് പിന്തുണ കുറയുന്നുണ്ട്. പിന്തുണ ഉറപ്പാക്കുന്നതിൽ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ പറ എന്നായി പണിക്കർ. അത് അവർ വേണം പറയാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയുണ്ട്. ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ചെയർമാനാണല്ലോ പുള്ളി. ആ സംഘടനയിൽപ്പെടുന്ന എല്ലാ പരാതികളും അതിൻ്റെ യുക്തമായ രീതിയിൽ പരിഗണിക്കാറുണ്ട്, പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. സിദ്ദിഖ് അടക്കമുള്ളവരുടെ പേരിൽ കേസെടുക്കണം എന്നാണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. എൻ്റെ അഭിപ്രായമാണോ അതിൻ്റെ അകത്ത് വാലിഡ് ആവുന്നത്? ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ വാലിഡ് ആവുമോ എന്നാണ് പണിക്കർ ചോദിക്കുന്നത്. ഞാൻ എന്തു പറഞ്ഞാലും, ഞാൻ സിനിമാ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന അത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണം എന്ന ബാധ്യതയില്ല. നിയമ നടപടികൾ സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ സാധുത പരിശോധിച്ച്, അത്തരം പരാതികളുടെ അടിസ്ഥാനം പരിശോധിച്ച്, അത് പരിഗണിച്ച് സർക്കാരും നിയമ സംവിധാനങ്ങളുമാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം അതിൻ്റെ അകത്തില്ല. ഇത്തരം കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ
സ്വാഭാവികമായിട്ടും അതിന് നിയമ നടപടികൾ ക്ഷണിച്ചു വരുത്തും. അതിനെ ആർക്കും തടയാനാവില്ല, അതിന് പ്രതിരോധവുമില്ല. കുറ്റക്കാരെ മാറ്റി നിർത്തണ്ടേ എന്നായി ഒരുത്തൻ. അതെന്ത് മര്യാദയാ നിങ്ങൾ ചോദിക്കുന്നത്? കുറ്റക്കാർക്ക് അതിൻ്റേതായ ശിക്ഷകളല്ലേ നമ്മൾ ഉറപ്പാക്കേണ്ടത്, അല്ലാതെ ഒരു പരിഷ്കൃത സമൂഹം എന്ന് ചോദിച്ചതും അങ്ങനെയുള്ളവർ തുടരുന്നത്. ഒരാളുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങളെ ഒരാൾക്കും നിരോധനം ഏർപ്പെടുത്താൻ പറ്റില്ല. ഒരാൾ ഒരു കവിത എഴുതുന്നു, ഒരു കഥ എഴുതുന്നു, ഒരു സിനിമ ചെയ്താൽ നിരോധിക്കാനാവില്ല. നിങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാം, നിരോധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ എന്നായി പണിക്കർ. കുറ്റകൃത്യം എന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് കുറ്റ ആരോപിതൻ എന്നാണിപ്പോൾ കാണേണ്ടത്. അങ്ങനെയല്ലേ അതിനെ സമീപിക്കേണ്ടത്. അല്ല, കുറ്റ ആരോപിതർ മാറി നിന്നാലല്ലേ അന്വേഷണം നേരായ രീതിയിൽ നടക്കൂ എന്നായി ഇദ്ദേഹം. എവിടെ മാറി നിൽക്കാൻ? രാജ്യം വിടണോ? അങ്ങനെയല്ല. അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. തുടർന്നും അവർ ഇവിടെ തന്നെയാണ് ജീവിക്കേണ്ടത്. അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കാനും അത് അന്വേഷിക്കുവാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കുവാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്. അത് മുന്നോട്ട് പോകും. അല്ല, രഞ്ജിത്തും സിദ്ദിഖും രാജിവെക്കേണ്ടതല്ലേ? ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ? പറയൂ, ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ? അല്ല, ആരും മാറി നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? കുറച്ചങ്ങോട്ട് മാറി നിന്ന് ഞാൻ പറഞ്ഞ ആ റെക്കോർഡ് ചെയ്തതൊന്ന് കേട്ടു നോക്ക്. മാറി നിൽക്കാൻ, മാറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്? മാധ്യമരംഗത്ത് ഇതുപോലുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ അതേ മാധ്യമത്തിൽ അല്ലെങ്കിൽ മറ്റ് മാധ്യമത്തിൽ ജോലി ചെയ്യുന്നില്ലേ, പ്രവർത്തിക്കുന്നില്ലേ എന്നായി പണിക്കർ. ഇങ്ങനെ പറഞ്ഞ് പണിക്കരെ പ്രകോപിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ മാറ്റി നിർത്താൻ എങ്ങനെയാണ് സാധിക്കുക? ഈ രാജ്യത്ത്, ഈ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, ശിക്ഷ അനുഭവിച്ചവരുണ്ട്. അവർ തിരിച്ചു വന്നാൽ അവരെ നാട് കടത്താമോ? അങ്ങനെ അല്ലല്ലോ ഒരു പരിഷ്കൃത സമൂഹത്തിലെ ശിക്ഷാ സമ്പ്രദായം. അല്ല, ഇരകൾക്കൊപ്പമല്ല മലയാള സിനിമ മേഖല എന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണോ? വേറെ ആളെ നോക്കണം അതിന് എന്ന് പറഞ്ഞ് പണിക്കർ നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പിടിച്ചു നിർത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറ്റ ആരോപിതരെ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാജ്യത്തില്ല എന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞു. അല്ല, ധാർമ്മികത നോക്കണ്ടേ എന്നായി അയാൾ. ധാർമ്മികതയാണോ നമ്മുടെ രാജ്യത്ത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്? നിങ്ങൾ ഏത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുക? നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ ധാർമ്മികത. അതിനേക്കാൾ വലിയ സാമൂഹ്യ ധാർമ്മികതയൊന്നും ഒരാൾക്കുമില്ല, ആർക്കും അവകാശപ്പെടാനുമില്ല. ഉണ്ടോ എന്നായി പണിക്കർ. അപ്പോൾ അടുത്ത ചോദ്യം, അമ്മയിൽ നേരത്തെ പരാതി നൽകിയിട്ടുണ്ട്, അമ്മ സംഘടന ഒന്നും ചെയ്തില്ല എന്നായി. അമ്മയുടെ സംഘടനാ ഭാരവാഹികളോട് പോയി ചോദിക്കൂ. ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും കുറിച്ച് മറുപടി പറയണോ? ഞാൻ വർത്തമാനം പറയുന്നത് കൊണ്ട് എന്തും എന്നോട് ചോദിക്കാമോ? പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി ചിരിച്ച് പണിക്കരങ്ങ് പോയി. ഞങ്ങൾ കുറച്ച് കാലത്തേക്ക് കേരളത്തിൽ സിനിമ ചിത്രീകരിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ മലയാള സിനിമ നിർമ്മിക്കുന്നില്ല എന്ന് സംഘടനാ നേതാക്കന്മാർ ഒരു പ്രസ്താവനയിലൂടെയെങ്കിലും പുറപ്പെടുവിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു തീരുമാനം സിനിമാ സമൂഹം എടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ വർത്തമാനകാല മലയാള സിനിമയിലുള്ളൂ എന്ന് ഞാൻ പറയും. ഒരു കുറ്റാരോപിതൻ്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ കുറ്റം ആരോപിച്ച ആൾ പറയുകയാണ്, എനിക്ക് അയാളോട് പരാതിയില്ലെന്ന്. അയാൾ റൊമാൻറ്റിക്കായി പെരുമാറി, അയാൾ എനിക്ക് സിഗരറ്റ് തന്നു, അയാൾ പിന്നെ എൻ്റെ വളയിൽ തടവിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അയാൾ ചെയർമാൻ സ്ഥാനം ഒന്ന് രാജിവെക്കേണ്ട, അയാളുടെ പേരിൽ കേസ് എടുക്കേണ്ടെന്ന് അവർ പറയുമ്പോൾ സർക്കാർ പറയുകയാണ് നമ്മൾ കേസെടുക്കും, ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കും എന്നാണ് പറയുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ പരാതിയുള്ളത് മമ്മൂട്ടിയോടാണ്. മമ്മൂട്ടി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഖാവുമായിട്ട് നല്ല ബന്ധമാണ്. മമ്മൂട്ടി നടൻ മാത്രമല്ല, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിർമ്മാതാവാണ്, വിതരണക്കാരനാണ്. അതുമാത്രമല്ല, കൈരളി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. അവിടുത്തെ രാജ്യസഭാ എം പി ആയ ജോൺ ബ്രിട്ടാസിനെ വിളിച്ചിട്ട്, ബ്രിട്ടാസേ നമുക്കൊന്ന് CM വീട്ടിൽ പോയി കാണണം എന്ന് പറഞ്ഞ് മമ്മൂട്ടിക്ക് ക്ലിഫ് ഹൗസിലൊരു അരമണിക്കൂർ കാണാൻ പിണറായി സമ്മതിക്കും. യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി അല്ല പ്രശ്നം, WCC പക തീർക്കുകയാണ്, മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന ചട്ടമ്പിമാരുടെ ഒരു സംഘടന പക തീർക്കുകയാണെന്ന് മുഖ്യമന്ത്രിക്ക് ഇതുവല്ലോ അറിയാം. KFC എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് 1.5 കോടി രൂപ കൊടുക്കാതെ മുങ്ങി നടക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് CMനെയും മുഖ്യമന്ത്രിയെയും സിനിമാക്കരെയും തെറി പറയാൻ ചാനലുകളോറും കയറിയിരുന്ന് തെറി വിളിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തണം. ഇതാരും പറയുന്നില്ല മുഖ്യമന്ത്രിയോട്.
ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണമെന്ന് മമ്മൂട്ടി എന്ന വലിയേട്ടൻ പറയണ്ടേ മുഖ്യമന്ത്രിയോട്? അദ്ദേഹം പറയില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ അദ്ദേഹത്തോടുള്ള കുണ്ഠിതം. ഞാനും മോനും ക്ലിയർ എന്ന് പറഞ്ഞിരിക്കും. മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ മോശമാണോ? അല്ലെങ്കിൽ വിനീതും ധ്യാൻ ശ്രീനിവാസന്മാർ മോശമാണോ? അങ്ങനെയൊന്നും പറയരുതെന്ന്. അല്ലെങ്കിൽ ഫഹദ് മോശമാണോ? ഫഹദ് ഫാസിൽ മോശമാണോ? നിവിൻ പോളി മോശമാണോ? പൃഥ്വിരാജ് മോശമാണോ? ഇന്ദ്രജിത്ത് മോശമാണോ? ടൊവിനോയും ആസിഫ് അലിയും മോശമാണോ? എന്താ മമ്മൂട്ടി ഇങ്ങനെ മാത്രം പറയണേ? ഞാനും എൻ്റെ മോൻ്റെയും പേര് അതിൽ വരില്ല എന്നാണ്. ചുമ്മാ അല്ല ആ രാജൻ ജോസഫ് കിടന്ന് തള്ളക്കി വിളിക്കുന്നത്. സിനിമാ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല മമ്മൂട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ പോറ്റിയ മലയാള സിനിമയാണ് കുറേ എംബോക്കുകൾ വസ്ത്രാക്ഷേപം നടത്തുന്നത് എന്ന്, അല്ലെങ്കിൽ മീശ വെച്ച പെണ്ണുങ്ങളും മീശ വയ്ക്കാത്ത ആണുങ്ങളും കൂടി സന്ധ്യയ്ക്കിരുന്ന് തള്ളക്കി വിളിക്കുന്നു എന്നുള്ള ബോധം മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്നേ മുഖ്യമന്ത്രിയെ കണ്ടേനെ. അമ്മ പ്രസിഡന്റിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ഒരു ഉടഞ്ഞ വിഗ്രഹമാണെന്നാണ് ഷമ്മി തിലകൻ ഇപ്പോൾ പറയുന്നത്. ഇതൊക്കെ പറയാനായി എവിടുന്ന് ഒരു ലുങ്കിയൊക്കെ വാങ്ങിച്ച് വലിച്ചു കയറി തലയിലൊക്കെ കെട്ടി ഷമ്മി നിന്ന് അങ്ങ് അടിക്കുന്നുണ്ട്. യൂട്യൂബർമാർക്കാണെങ്കിൽ മരണ കോൾ. കാരണം എന്ത് ചോദിച്ചാലും ഷമ്മി മറുപടി പറയും. സഹപാഠിയുടെ തുണ്ടുപടം എടുക്കുന്നതിന് ചൈനയിൽ നിന്നും പുറത്താക്കിയ ഒരുത്തി പറയുന്നതിനാണ് മലയാള ചാനലുകാർ വിശ്വാസ്യത നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 14 പേർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ചൈനയിൽ മെഡിസിനോ എന്തോ പഠിക്കാൻ പോയപ്പോൾ, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ എന്തോ പഠിക്കാൻ പോയി, എന്തോ കോപ്പ് പഠിക്കാൻ പോയി. അവിടെ വെച്ച് കൂടെ താമസിക്കുന്ന പെൺകുട്ടിയുടെ ന്യൂഡായ വിഷ്വൽ ഷൂട്ട് ചെയ്തപ്പോൾ ആ പെൺകുട്ടി കൊണ്ടൊന്ന് പരാതി കൊടുക്കുകയും അങ്ങനെ ചൈനയിൽ നിന്ന് പുറത്താക്കിയ ആളാണ് ഇപ്പോൾ ഇവിടെ വന്നിരുന്നത് മലയാള സിനിമയിലെ ആണുങ്ങളെ മുഴുവൻ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നത് എന്നെങ്കിലും മുഖ്യമന്ത്രിയോട് പറയണമായിരുന്നു. പക്ഷേ ആരും പറയുന്നില്ല. ഈ ചാനൽ അവതാരക കൂട്ടങ്ങൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഒരക്ഷരം ഇവൾക്കെതിരെ പറഞ്ഞാൽ ഏറ്റവും അടുത്ത് തന്നെ നിന്നെയൊക്കെ പീഡന കേസിലെ പ്രതിയാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിധി കാക്കും പോലെ കോടികൾ കയ്യിലുണ്ടാവും സിദ്ദിഖിനും രഞ്ജിത്തിനും ഒക്കെ, ഉറപ്പായിട്ടും ഉണ്ടാവും. വേറെ ആരും വേണ്ട. നിങ്ങൾ 2 പേർ നിങ്ങളുടെ തള്ളിയിട്ട രണ്ടെണ്ണത്തിനെതിരെ 1 കോടി രൂപയുടെ മാനനഷ്ട കേസ് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളെന്നേ മലയാള സിനിമയിൽ. ഇവർ പക്ഷേ ചെയ്യില്ല. നിധി കാക്കുന്ന ഭൂതം പോലെ ഈ കോടികളും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക ഉള്ളെന്നേ. നാണമുള്ളവരാണെങ്കിൽ അപ്പോൾ 1 കോടി രൂപയ്ക്ക് കേസ് കൊടുക്കണമെങ്കിൽ 5% കെട്ടിവെക്കണം, 5 ലക്ഷം രൂപ കെട്ടിവെക്കണം കോടതിയിൽ. അത് കെട്ടിവെച്ച് കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് സിദ്ദിഖിനോടും രഞ്ജിത്തിനോടും പറയാനുള്ളത്. കഴിയുമെങ്കിൽ വൃത്തികെട്ട ഹെഡിങ് കൊടുത്ത ചാനലുകൾക്കും യൂട്യൂബുകൾക്കെതിരെ കൂടി കേസ് കൊടുക്കണമെന്ന് ഞാൻ പറയും. പക്ഷേ ഭീരുക്കളായ നിങ്ങൾ കൊടുക്കില്ല. കാരണം ഒരു പത്രത്തിനെയും പിണക്കണ്ട എന്നായിരിക്കും മനസ്സിൽ. സൈഡ് റോളിൽ നിന്നും ഇന്നത്തെ നിലയിൽ എത്തിയതാണല്ലോ. സംവിധായകൻ എന്ന നിലയിൽ എന്താ പറയുക, സൂപ്പർ ഹിറ്റ് സംവിധായകനായി മാറുന്നതിന് മുമ്പും രഞ്ജിത്തിനൊരു പഴയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. സിദ്ദിഖിനാണെങ്കിൽ സൈഡ് റോളിൽ നിന്നാണ് അയാൾ പ്രധാനപ്പെട്ട വേഷത്തിലേക്ക് വന്നത്. ഒരു പത്രത്തിൻ്റെയോ ചാനലിൻ്റെയോ ബാക്കിംഗ് ഇല്ല എന്ന് നിങ്ങളുടെ ഈ 2 പേരുടെയും വളർച്ച നിങ്ങൾ സ്വയം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഒരു കിളവി പറയുകയാണ്, ഒരു പ്രമുഖ നടൻ്റെ ലീലാവിലാസങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്തേയോ ഉണ്ടായിരുന്നു. എനിക്കറിയാം എന്നാണ് ഒരു കിളവി പറയണേ. നിങ്ങൾ കണ്ടിരിക്കും ചാനലിലൊക്കെ. പഠിപ്പിക്കാൻ പോയ തള്ള എവിടെയോ നോക്കിയിരുന്നെന്ന് ഒരാളും തിരിച്ചു ചോദിച്ചില്ല. നിങ്ങളെങ്ങനെ തള്ള ഇത് കണ്ടത്? ഈ പഠിക്കാൻ പറഞ്ഞ ചെറുക്ക ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് കാറി കയറി പോണത് നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പ്രേമസല്ലപ്പം നിങ്ങളെങ്ങനെയാണ്? നിങ്ങൾ ക്ലാസ് എടുക്കാനല്ലേ പോയതെന്ന് ഒരു ചോദ്യകർത്താവും ചോദിച്ചില്ല എന്നുള്ളതാണ്. ചട്ടമ്പിസ്വാമിയുടെ 171ാം ജന്മദിന ചടങ്ങിന് NSSൻ്റെ പ്രതിനിധിയായി വന്ന മന്ത്രി ഗണേശനോട് കോലും ക്യാമറയുമായിട്ട് കുറേ എണ്ണം ചുറ്റും കൂടി വളരെ വികാര വിക്ഷുംഭിതനായി അദ്ദേഹം പറഞ്ഞത്, 23 വർഷമായി നിങ്ങൾ എന്നെ വേട്ടയാടുന്നു. സാംസ്കാരിക മന്ത്രി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയും ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്, എന്നെ വിടൂ എന്നായിരുന്നു ഗണേശൻ്റെ മറുപടി. നിവർത്തികേടിൻ്റെ ഗതികേടിൻ്റെ ഭാഗമാണ് സിദ്ദിഖിൻ്റെ രാജി എന്ന് ഒരു വനിതാ കോൺഗ്രസ് നേതാവ് പറയുന്നു. സിദ്ദിഖിന് ഇത് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താനൊരു കോൺഗ്രസ്സായി നടക്കുന്ന ആളല്ലേ. വള്ളംകളി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കൊല്ലത്ത് വന്ന ശ്വേതാമേനൻ്റെ ദേഹത്ത് പിടിച്ച കാമഭ്രാന്തൻ കളവൻ നേതാവ് ചെയ്തപ്പോൾ ഈ വനിതാ നേതാവ് എവിടെ പോയിരുന്നു കോൺഗ്രസിൻ്റെ? സിദ്ദിഖ് എന്ന കോൺഗ്രസ്സുകാരനാണ് പ്രശ്നം ഈ മകളക്കി. അമ്മ സംഘടന പിരിച്ചുവിടണമെന്ന് ഒരു മോള് പറയുന്നു, ഒരു തന്ത, മരിച്ചുപോയ ഒരു തന്തേരെ മോള് പറയുന്നു. അവളുടെ തന്ത പിരിച്ചുവിടാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എന്ന് ഈ മോക്ക് പോലും അറിയില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. എത്ര വീരന്മാരും തെമ്മാടികളും ഉണ്ടെങ്കിലും അബലകളായ എത്ര പേർക്ക് ഈ സംഘടനയിൽ കൈനീട്ടവും മരുന്നും ചികിത്സാ ചെലവും നൽകുന്ന ഇൻഷുറൻസിൻ്റെ ചിലവും ഒക്കെ നൽകുന്നതെന്ന് ആലോചിച്ചാൽ അമ്മ എന്ന സംഘടനയെ പിരിച്ചുവിടറാ. വാർത്ത വായിക്കുന്ന ഒരുത്തി പറയാണ്, പിരിച്ചുവിട്, നാണം കെട്ട അമ്മയെ പിരിച്ചുവിടറാ എന്ന് പറയുന്നു. ഈ മരുന്ന് വാങ്ങാൻ, അല്ലെങ്കിൽ ഈ ഇൻഷുറൻസിന്, അല്ലെങ്കിൽ ഈ 5000 രൂപ കൈനീട്ടത്തിന് വേണ്ടി നീ കൊടുക്കുമോ ഈ പിരിച്ചുവിട്ടാൽ? പറയാനൊക്കെ എളുപ്പമാണെന്നേ. മക്കളെ പണി നോക്കെന്ന് പറയാൻ അമ്മയിൽ ഒരെണ്ണം പോലും ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇവരുടെയൊക്കെ വിജയം. അമ്മയുടെ മക്കളിൽ ഒറ്റ എണ്ണവും വാവർക്കണില്ല. തുറക്കണം എന്തിനെന്ന് വെച്ചാൽ സിദ്ദിഖ് വീണാൽ ആ സീറ്റിൽ എങ്ങനെ ചാടിക്കയറിയിരിക്കാമെന്ന് മാത്രം ആലോചിക്കാനേ മക്കൾക്ക് ഇപ്പോൾ സമയമുള്ളൂ. ജനറൽ സെക്രട്ടറിയുടെ സീറ്റിലാണ് എല്ലാവരുടെയും നോട്ടം.
സിദ്ദിഖിനൊപ്പം പത്രസമ്മേളനത്തിൽ മൗനി ബാബയായി ഇരുന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ നല്ലവൻ എന്ന വാചകമടിച്ച ജഗദീഷ് സാറേ, ഫ്ലാഷ് ബാക്കുകളിൽ ചിലതെങ്കിലും സാറും ഓർക്കണമായിരുന്നു എന്ന് ഞാൻ പറയും. സാറെങ്ങനെ ഇനി സിദ്ദിഖിൻ്റെ മുഖത്ത് നോക്കും, എങ്ങനെ കിണിക്കും സാറേ എന്നാണ് എനിക്ക് ജഗദീഷ് സാറിനോട് ചോദിക്കാനുള്ളത്. നല്ല നടനായാൽ കഴിയും അല്ലേ സാറേ? കട്ടിലൊഴിയാൻ കാത്തിരിക്കുന്ന ആളുകളാണ് ഇവരെന്ന് ഞാൻ പറയും. സിദ്ദിഖിൻ്റെ കട്ടിലൊഴിഞ്ഞാൽ ഇവർക്ക് ചാടിക്കയറി കിടക്കാം. മോഹൻലാലിൻ്റെ കട്ടിലൊഴിഞ്ഞാൽ അതിലും കയറാൻ തയ്യാറായി പലരും നടക്കുന്നുണ്ട്. നല്ല സമയമാണ് അമ്മയെ പൊളിക്കാൻ. കൂട്ടു നിൽക്കരുത് ദയവ് ചെയ്ത് മോഹൻലാൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പറയാനുള്ള 2-3 കൊച്ചു രസകരമായ കാര്യങ്ങളാണ്. ഇവിടെ ഒരു സംവിധായകൻ, തിരുവനന്തപുരത്തുള്ളൊരു സംവിധായകനെ പറ്റി ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു യൂട്യൂബിൽ പറഞ്ഞു, ഞാൻ പറയാത്ത കാര്യം, ഞാൻ മെറിലാൻഡ് സ്റ്റുഡിയോയിൽ ഒരു ഭക്തി സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സീരിയലിൽ അഭിനയിക്കാൻ വന്ന കോഴിക്കോട്ടുകാരിയായ ഒരു പാവപ്പെട്ട നടിയെ സീരിയൽ പാക്കപ്പ് ആയപ്പോൾ ലൈറ്റ് ഓഫ് എന്നോണം പെട്ടെന്ന് ലൈറ്റ് അണച്ചു. ആ ഇരുട്ടത്ത് കയറി ഈ സംവിധായകൻ കെട്ടിപ്പിടിച്ച് ആ കുട്ടിയെ ഉമ്മം വെച്ചു. അവൾ പെട്ടെന്ന് ആരോ എന്നെ പൂണ്ടടങ്കം പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൾ പിടിച്ചു കളി. ഈ സംവിധായകൻ പോയി ലൈറ്റിൻ്റെ പുറത്തോട്ട് വീഴുന്നു. ലൈറ്റെല്ലാം കടപടപടാൻ തറയിൽ വീഴുന്ന അടിച്ച് പൊട്ടി ആകെ പ്രശ്നമായി. പെട്ടെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ഈ പെൺകുട്ടി നിന്ന് കിതക്കുകയാണ്. എന്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആദ്യം അവസാനം ചോദിച്ചു എന്താ പറ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ആരോ ഇരുട്ടത്ത് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞു. ഈ സംവിധായകൻ എന്ന് പറഞ്ഞാൽ എംബോക്കിയാണ് കെട്ടിപ്പിടിച്ചത്. ഇവളൊന്നും സംഭവിക്കാതെ എല്ലാവരും കൂടെ ആശ്വസിപ്പിച്ച് കാർ കയറ്റി വിട്ടു. ഇവള് ആറ്റുകോളിനടുത്തുള്ള ഒരു സീരിയലുകാർ താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ ചെന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞില്ല. ഭർത്താവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല മനുഷ്യനാണ് ഭർത്താവ്. അത് ലൊക്കേഷനിൽ പോലും പോവില്ല, റൂമിൽ ഇരിക്കുകയുള്ളൂ. ഇവള് അവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറി കുളിക്കാൻ കയറിയപ്പോൾ അവളുടെ ഫോണിൽ കിടങ്ങണ മെസ്സേജ് വരുന്നു. ചുമ്മാ ഒരു രസത്തിന് ഭർത്താവ് എടുത്ത് നോക്കുമ്പോൾ, ഇന്ന് വേദനിപ്പിച്ച് ഉമ്മൻ തന്നതിൽ സോറി, നാളെ വേദനിക്കാതെ ഉമ്മൻ തരാം. 2-3 ആവർത്തി അയാൾ വായിച്ചിട്ടുണ്ടാതിരുന്നു. അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് ഒരൊറ്റ ചവിട്ടിലടിച്ചു കൊടുത്തു. ആരടി എനിക്ക് ഉമ്മൻ തന്നിട്ട് അവൾ കാര്യം പറഞ്ഞു. അയാൾ ഉടൻ തന്നെ അവനെ വിളിച്ച്, ഈ സംവിധായകൻ എന്ന് പറഞ്ഞ എംബോക്കെ വിളിക്കാവുന്ന തെറി മുഴുവൻ വിളിച്ചു. എന്നിട്ട് മെർലാൻഡിൻ്റെ ഉടമസ്ഥനെ അല്ലെങ്കിൽ ഈ സീരിയലിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചു. ഒരു വള്ളം തെറി പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഈ സീരിയലുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്നല്ല, സീരിയൽ രംഗത്ത് ഇനി എൻ്റെ ഭാര്യ അഭിനയിക്കുന്നില്ല, ഞങ്ങൾ പോവേണമെന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പ്രൊഡ്യൂസറും കൂടെ പറന്ന് ആറ്റിയാൽ ചെന്നു. പാതിരാത്രി ചെന്ന് സമസ്ത അപരാധം സംവിധായകന് വേണ്ടി മാപ്പ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 2 ദിവസം കൂടെ നിന്ന് ഞങ്ങൾ 2 ദിവസം കൂടെ നിൽക്കാം, പക്ഷേ അതിനകം ഞങ്ങളുടെ കഥാപാത്രത്തിന് തീർത്തു തരണമെന്ന് തീർത്തു കൊടുത്തു. അവരങ്ങ് കോഴിക്കോട്ടേക്ക് പോയിച്ചു. ഈ കഥ നമ്മുടെ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. ഞാനതിലെ സംവിധായകൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഒരുപാട് സംവിധായകർ മെർലാൻഡിൻ്റെ ഭക്തി സീരിയൽ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഉണ്ണിത്താൻ അടക്കം ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. വേറെ ആരൊക്കെ ചെയ്തു, രാജസേനൻ ചെയ്തു, GS വിജയൻ ചെയ്തു, ആരൊക്കെ ചെയ്തു. ഞാൻ ആരും പേരും പറഞ്ഞില്ല. പക്ഷേ എവിടെയോ യാതൊരു യൂട്യൂബ് ചാനലിലെ ചർച്ചയിൽ ഇയാൾ പറയാണ്, ഈ സംവിധായകൻ എന്നെപ്പറ്റിയും പറഞ്ഞു, ഞാനൊരു നടിയെ ഉമ്മം വെച്ചു എന്ന് ഈ ദിനേശ് പറഞ്ഞു, ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞു. ഞാൻ അതിശയപ്പെട്ടു. ഞാൻ ഇവൻ്റെ പേര് പറഞ്ഞില്ല, ഈ വിവരദോഷിയുടെ പേര് പറഞ്ഞില്ലേ. ഇവൻ പെണ്ണെന്ന് എഴുതി കാണിക്കുന്നിടത്ത് തലകുത്തി മറിയുന്ന ഒരു വിവരദോഷിയാണ്. എന്തിനു പറയുന്നു? അവനാണിത് ചെയ്തതെന്ന് അവൻ തന്നെ എല്ലാവരുടെയും പറഞ്ഞു. എന്നിട്ട് അവനെന്ന് പറയാൻ പറ്റില്ല, എന്നെക്കാളൊക്കെ പ്രായമുണ്ടെങ്കിൽ ഈ നാറിയെ ഞാൻ ചേട്ടാന്ന് വിളിച്ചോണ്ടിരുന്നാണ്. ഇപ്പോൾ ചേട്ടാന്ന് വിളിക്കില്ല, ആലവലാതിയെ. ഇവനൊരു സിനിമ ചെയ്തു, അല്ല വീണ്ടും അടുത്തൊരു സീരിയൽ എടുത്തു. ആ സീരിയലിൽ പളുങ്ക് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ലക്ഷ്മി ശർമ്മ 2006 അതിൽ അഭിനയിക്കാൻ വന്നു. എല്ലാ ദിവസവും ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അവൻ പറയും, നമുക്ക് 2 പേർക്കും കൂടെ ഒരു ഡിന്നർ വേണം, ഒരു ദിവസം ഡിന്നറിന് കൂടണം കേട്ടോ. അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഈ ലക്ഷ്മി ശർമ്മ പോകും. ഞാൻ പച്ചയ്ക്ക് പറയുന്നത് എന്തുകൊണ്ടെന്ന് അവസാനം പറയാം. അങ്ങനെ പോയി ഒരു ദിവസം പറഞ്ഞു, ഇന്ന് നമ്മൾ ഡിന്നർ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ലക്ഷ്മി ശർമ്മ പറഞ്ഞു ഓക്കെ. അവരെന്ത് ചെയ്യുന്നറിയോ, ഡിന്നറിന് പോകാൻ പുറത്ത് പോയി ആഹാരമൊക്കെ കഴിക്കും, നല്ല ആഹാരമൊക്കെ, പ്രൊഡക്ഷൻ ഫുഡൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അമ്മയും വിളിച്ചോണ്ട് കൗണ്ടറിൽ വന്നിരുന്നു. മറ്റവൻ ഡിന്നറിന് വിളിക്കാനായിട്ട് പുറത്ത് വന്നപ്പോൾ അമ്മയും മോളുമായിട്ട് ഇരിക്കണം. പോവാ സാർ. എന്നിട്ട് എവിടെ? അല്ല നമുക്ക് ഡിന്നറെന്ന് സാറ് പറഞ്ഞു. ഡിന്നർ എൻ്റെ റൂമിൽ നമുക്ക് 2 പേർക്കും ഡിന്നർ കൂടാന്നല്ലേ ഞാൻ പറഞ്ഞു. മറ്റേ അർത്ഥത്തിലാണ് പറയണേ. അവൾ മാറ്റവനെ എന്ന് പറഞ്ഞു. അതായത് അവൾക്ക് മലയാളം നല്ലതായിട്ട് അറിയില്ല, ഇംഗ്ലീഷിൽ യവനും പറഞ്ഞൂടാ. തെറി വിളിച്ചിട്ട് അവൾ കയറിപ്പോയി. അവളെന്ത് ചെയ്യുന്നറിയോ, അമ്മയ്ക്ക് പരാതി കൊടുത്തു. അമ്മ ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഈ പറയണേ. അമ്മയ്ക്ക് പരാതി കൊടുത്തു. അമ്മ എന്ത് ചെയ്യുന്നറിയോ, ആ കത്തെടുത്ത് ഫെഫ്കയ്ക്ക് കൊടുത്തു, ഡയറക്ടേഴ്സ് യൂണിയൻ. ഞാനപ്പോൾ എക്സിക്യൂട്ടീവിലുണ്ട്, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ. അവിടെ പരാതി വന്നു. ഞാൻ പറഞ്ഞു, യവൻ കാരണം മാറ്റ ഫെഡറേഷൻ പൊളിഞ്ഞു. യവൻ ലോകത്തുള്ള ഏത് പെണ്ണുങ്ങളെ കണ്ടാലും കമന്ന് വീഴുന്ന ഒരു അലവലാതിയാണ്. ഇവൻ്റെ പേര് കർശന നടപടി എടുക്കണം, നമ്മളെ സംഘടനയിൽ നിന്ന് പുറത്താക്കണം, ഇവനെ ഫെഫ്ക ഡയറക്ടേഴ്സിനുള്ളിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെയും ഇവന് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടെന്ന്. അങ്ങനെ വേണ്ട, തെറ്റുകളൊക്കെ പറ്റും, നമുക്കതങ്ങ് പറഞ്ഞ് ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ഒതുക്കി വിട്ടു അത് കേസ്. ഞാനത് അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കുക, നാടൻ കെട്ട ഒരു കത്താണ് ലക്ഷ്മി ശർമ്മ തന്നത് ഇവനെ പറ്റി. ഇവനും സംവിധായകനാണ്. ഇവനും മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ട്, മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ട്, ജയറാമിനെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ട്, ദിലീപിനെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപ് അവസാനം വലിപ്പിച്ചു എന്ന് പറഞ്ഞ് മാറ്റ ഫെഡറേഷനെ
പൊളിച്ചടുക്കിയതിൻ്റെ നിർണായകമായ സ്ഥാനം യവനാണ്. ഒരിക്കൽ നോക്കുമ്പോൾ കാണാം കെ പി ഉമ്മറിനെ തെറി പറഞ്ഞിരുന്നു. കെ പി ഉമ്മറിൻ്റെ വീട്ടിൽ പട്ടിക്കൂടിനടുത്ത് കിടക്കാൻ സീറ്റ് കൊടുത്തു. എടാ വീട്ടു ജോലിക്ക് നിന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു മോളും 2 ആൺമക്കളും ഉള്ളതാണ്. അദ്ദേഹത്തിന് പിടിച്ച് അവനെ അകത്ത് കിടന്നു പോകുന്നു. ആദ്യം ഒരു പെണ്ണ് കൂടിയാൻ ഇവനെ കണ്ടപ്പോൾ തന്നെ കെ പി ഉമ്മറിന് മനസ്സിലായി കാണും ലോക ഫ്രോഡാണെന്ന്. ഇവൻ വീട്ടു ജോലിക്ക് നിൽക്കുമ്പോൾ കാക്കി ഇട്ട് നിൽക്കുമ്പോൾ ഇവന് പട്ടിക്കൂട്ടിനടുത്തല്ലേ കട്ടിലിട്ട് കൊടുക്കൂ. ഇവൻ ഒരു എപ്പിസോഡിൽ സിനിമാക്കാരനായ എന്നെ കെ പി ഉമ്മർ പട്ടിക്കൂട്ടിനടുത്ത് കിടത്തി എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഈ ഉമ്മം വെച്ച കഥ മുതൽ 100 കേസുകളുണ്ട്. ഇപ്പോൾ ഇതാ അവനും ചട്ടിയിലായി എന്നുള്ളതാണ്. അവനെ പറഞ്ഞല്ലേ ഒരിടത്തും ഉറങ്ങാൻ സമ്മതിക്കില്ല, രാത്രി ഒന്ന് വാതിൽ മുട്ടുമെന്ന് പറഞ്ഞ് ഇപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്നു പരസ്യമായിട്ടല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഫിറ്റായിട്ടാണെങ്കിലും സിദ്ദിഖ് രാജിവെക്കേണ്ടതാണെന്ന് അമ്മയെ പറഞ്ഞാൽ നിന്നെ പച്ചത്തെറി വിളിക്കുമെന്ന് പറഞ്ഞ ധർമ്മജനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ദിലീപിനെ പോയി ആലുവ ജയിലിൽ കണ്ടിട്ട് ധർമ്മജൻ കരഞ്ഞതാണ് ഇപ്പോഴത്തെ ചർച്ചകളിലെ പ്രധാന വിഷയം. ജയിലിൽ പോയി ദിലീപിനെ കണ്ടു, നിലത്ത് കിടക്കുന്ന ദിലീപിനെ അല്ലെങ്കിൽ അവശനായ ദിലീപിനെ കണ്ടപ്പോൾ അവനെന്തോ സഹിച്ചില്ല. മിമിക്രി രംഗത്ത് നിന്നല്ലേ രണ്ടുപേരും. പക്ഷേ ഫിറ്റായിട്ടാണെങ്കിലും അവൻ കരഞ്ഞു പറഞ്ഞു. അത് ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ ചർച്ച. മനുഷ്യപ്പറ്റുള്ള ഹൃദയവിശാലതയുള്ള ആരും ഇത്തരം രംഗങ്ങൾ കണ്ടാൽ കരയും എന്ന് നിസ്സാര കാര്യത്തിന് കരയുന്ന ഞാൻ പറയും. അങ്ങനെ ഒരു ഹൃദയമുള്ളതിനാലാണ് കാക്കിയിട്ട ഷീലേഖ എന്ന് പറഞ്ഞ IPS ജയിലിൽ ദിലീപ് കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ, നിലത്ത് കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ ദിലീപിന് കുടിക്കാനായിട്ട് കരുക്കും ചികിത്സിക്കാനായി ഡോക്ടറെ ഏർപ്പാടാക്കിയത്. അങ്ങനെ 2 കാര്യങ്ങൾ ഒരു മാതൃത്വത്തിൻ്റെ മനസ്സോടെ ചെയ്തതിന് ആ സ്ത്രീ അനുഭവിക്കേണ്ടുന്ന ചീത്തവിളി, എന്തുമാത്രം ചീത്ത അവരെ വിളിച്ചു. എന്നാൽ യൂണിഫോം ഇട്ടുകൊണ്ട് തോന്നിവാസം കാണിക്കുന്ന വേറൊരു ഓഫീസർ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് കയ്യടി കൊടുക്കുന്ന നാടാണ് കേരളം. അതാണ് കേരളം എന്ന് ഞാൻ പറയും. ഇതിൻ്റെ താഴെ വന്നിട്ട് എനിക്കറിയാം, ഈ പ്രോഗ്രാം കണ്ടിട്ട് താഴെ എഴുതും, ഞാൻ ദിലീപിനെ സുഖിപ്പിച്ചു, അടുത്ത 1-ാം തീയതി എനിക്ക് കെട്ടുകണക്കിന് പണം വരും എന്നെഴുതുമെന്ന് എനിക്കറിയാം. അങ്ങനെ എഴുതിയാൽ പുല്ലേ മാത്രം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്രിയ സത്യങ്ങളെ ദിനേശ് പറയൂ. ഒരുത്തനും ഒരു ചാനലുകാരനും ഒരു തലയ്ക്ക് വെളിവില്ലാത്തവനും ഒരു യൂട്യൂബർക്കും ആർക്കും എന്നെ എന്താ പറയുക എന്തും പറയാനുള്ള അവകാശം ഞാൻ തരുന്നു. പക്ഷേ വിധിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് ഞാൻ പറയും. അത് പറയാൻ പോലും ധൈര്യമുള്ള സിനിമാക്കാർ, മീശ വച്ചവന്മാരും മീശ ഇല്ലാത്തവന്മാരുമായ ഒരുത്തനും ധൈര്യമില്ല എന്നുള്ളതാണ് വർത്തമാനകാല മലയാള സിനിമ അനുഭവിക്കുന്ന ദുര്യോഗം. സിദ്ദിഖിനെയും രഞ്ജിത്തിനെയും ഒക്കെ കൊത്തിപ്പറിക്കുന്ന ചാനൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇത് ശരിയല്ല, ഇത് സിനിമയെയാണ് ബാധിക്കുന്നത്, മലയാള സിനിമയെ വസ്ത്രനിക്ഷേപം നടത്തുകയാണെന്ന് പറയാൻ ഒരു മമ്മൂട്ടിയോ ഒരു മോഹൻലാലോ ഒരു BV ഉണ്ണികൃഷ്ണനോ ഒരു രാകേഷോ ഒരു ആൻഡോ ജോസഫോ പോലുള്ള ഒരുത്തൻ മുന്നിട്ടിറങ്ങുന്നില്ല. ഞങ്ങൾ നിയമപരമായി നിയമം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പഠിച്ച് നീയൊക്കെ ഏത് നിലയിലെത്തിയോ ആ നിലയിലെത്താൻ സഹായിച്ച മലയാള സിനിമയാണ് വ്യഭിചരിക്കുന്നത് എന്ന് ഇനിയെങ്കിലും നീയൊക്കെ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ താഴെ വന്ന് എനിക്കെതിരെ എഴുതുന്ന ഒരു കമൻറ്റുകളോടും പുല്ലേ മാത്രം എന്നുള്ളൊരു വികാരമല്ലാതെ എനിക്ക് വിഷമം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞു വന്നത് ഒരുപാട് കൂടിപ്പോയി എന്ന് തോന്നുമെങ്കിലും കതവിൽ തട്ടുന്നവന്മാരെയും ഒന്ന് കാണണമല്ലോ സ്വകാര്യമായി എന്ന് പറയുന്നവന്മാരെയൊക്കെ മാറ്റി നിർത്താൻ ഇനി എത്ര കാലം മലയാള സിനിമ കാത്തിരിക്കണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ഇതിൽ ഒരു കാര്യം പോലും ഞാൻ കള്ളം വെള്ളം ചേർത്തോ വ്യക്തിപരേഖം തീർക്കാനോ പറഞ്ഞതല്ല. ഈ പറഞ്ഞത് മുഴുവൻ മലയാള സിനിമയിലെ സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.